Hi, good evening. Welcome to 90 Plus India's first animated live tuition. Hi, hello. Okay, camera ഒക്കെ ഓൺ ചെയ്യാം. ഓക്കെ, എന്തായി നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? പെരുന്നാളൊക്കെ കഴിഞ്ഞു എല്ലാവരുടെയും അല്ലെ? പെരുന്നാൾ ഉത്സവം സീസൺസ് ആണല്ലോ. ഇവിടെ ചാലക്കുടി പെരുന്നാളാണ് ഈ വരുന്ന വീക്ക്. ഹായ്, ഗുഡ് ഈവനിങ് ബിപിൻ. അതെ അതെ, പൊങ്ങും പൊങ്ങും. സ്റ്റോറി കുറെ പൊങ്ങും. നോ, നത്തിങ്. ഓക്കെ. ഹായ് അഭിനവ്. ഹായ് അഭിനവ്, സുഖല്ലേ? റിവിഷനൊക്കെ അവിടെ വരെ എത്തി. ആ, മാക്സ് മാക്സ്. സെറ്റ്സും അത് കഴിഞ്ഞുള്ള 5, ഐ മീൻ 1 മുതൽ 5 വരെ, അത് കഴിഞ്ഞിട്ടുള്ള 4 ചാപ്റ്ററിലാണുള്ളത്. ഓക്കെ, അതായത് നമ്മൾ ഒരുമിച്ചാണ് പോകുന്നതല്ലേ? ഓക്കെ ഓക്കെ, അതായത് നന്നായി. പിന്നെ വേറെ ആരാണ്? ഗുരുഷാനന്ദ്. ഗുരുഷാനന്ദ്, ഗുരുഷാനന്ദ് കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ. ഗുരുഷാനന്ദ് എന്നല്ലേ പേര്? ഇനി പ്രൊണൗൺസിയേഷന്റെ പ്രശ്നമാണോ? അവൻ ഒരു വികാരമില്ലാണ്ടിരിക്കുന്നുണ്ട്. ഹലോ ഗുരുഷാനന്ദ്. ആ, യെസ്, ഹലോ, ഹായ്. കേൾക്കുന്നില്ല? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. റിവിഷൻ അവിടെ വരെ എത്തി. റിവിഷൻ കംപ്ലീറ്റ്, ഐ മീൻ കംപ്ലീറ്റ് ആയിരുന്നല്ല, സ്റ്റാർട്ട് ചെയ്തോ? അല്ല, ഗുരുഷാനന്ദ് ഇൻഡിവിജ്വലി എന്തായി എന്നാ ചോദിച്ചത്. ഒരുവിധം ഹാഫായി. ഓക്കെ. ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ അതിൽ പെട്ടോ? ഇല്ലേ? ഓ, സേഫ്. ഓക്കെ ഓക്കെ. സെറ, വാട്ട് അബൌട്ട് യുവേഴ്സ്? എന്തായി? അൺമ്യൂട്ട് ആവുന്നില്ല. ഓക്കെ ഓക്കെ, വെയിറ്റ്, കുഴപ്പമില്ല. സോ നമ്മൾ ഇന്ന് നെക്സ്റ്റ് ചാപ്റ്റർ അല്ലെ, ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് 6 and 7, അതായത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനും അതേപോലെ ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ
പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് എക്സാമിൽ ചോദിക്കുന്ന മാർക്ക് ചോദിക്കുന്ന 6 to 8 മാർക്സ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. ബൈനോമിയൽ ആണെങ്കിൽ അത് അത്ര ഉണ്ടാവില്ല, മാക്സിമം ഒരു 5, ഓക്കെ, 5 or 6 ഒക്കെ ചോദിക്കാൻ വരുള്ളൂ. ഇപ്പൊ 2 ചാപ്റ്റർ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, ഈസി ചാപ്റ്റർ ആണ്. ആണോ ഭാനുമതി? ഓക്കെ, ആളെന്ത് ചെയ്യുന്നത്? ആളെന്ത് ക്ലാസ്സാ? മീൻ ടോപ്പിക് എടുത്ത് തീർന്നിട്ടില്ലല്ലോ നിങ്ങളുടെ? തീർത്തു? ഇത്ര വേഗം തീർത്തോ? ഓ, റിവിഷൻ അല്ല, ഭാനുമതിയുടെ ഓൾറെഡി പോർഷൻ ഭയങ്കര ലാഗ് ആയിരുന്നില്ലേ? ഓക്കെ, അത് ഇത്ര വേഗം എടുത്ത് തീർത്തോ? ഓഹോ, കഴിവ് തന്നെ. എന്നിട്ട് ഇപ്പോ റിവിഷൻ എങ്ങനെയാ? റിവിഷൻ ഈ ടൈമിൽ മാത്രമേ ഉള്ളൂ, അതോ റെഗുലർ സെഷൻ ഇല്ല? ഏ, ആ, ടീച്ചർ വീട് എവിടെ? അല്ല, സ്കൂളിൽ പോവാറില്ല ഇപ്പോ? അവിടെ എന്ന് വെച്ചാൽ എവിടെയാണ്? ഇത് ഏത് ഇന്ത്യയിലാണോ പുറത്താണോ? കേരളത്തിലാണോ അതോ വേറെ വല്ല? ആ, കൊല്ലത്താണ്. ഓക്കെ ഓക്കെ. ഓ, ഓക്കെ, ആ, ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. അപ്പൊ ഓൺലൈൻ ക്ലാസ് ആണ്, അപ്പൊ നിങ്ങൾക്ക് റെഗുലർ ക്ലാസ് ഇല്ല? ഓക്കെ, മനസ്സിലായി. സോ നമ്മൾ ടൈം കളയണ്ട, ക്യാമറ ഓൺ ചെയ്യട്ടെ, എല്ലാവരും ക്യാമറ ഓൺ ചെയ്യുക. ഇന്ന് ഫസ്റ്റ് ചാപ്റ്ററിലോട്ട്, ഐ മീൻ നമുക്ക് ചാപ്റ്റർ 6 തന്നെ പോവാം. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഒക്കെ അറിയാലോ. അത് രണ്ട് കോൺസെപ്റ്റേ ഉള്ളൂ, പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും. പിന്നെ അതിലെ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസും ടോപ്പിക്സും കാര്യങ്ങളൊക്കെയാണ് അതിലുള്ള. അപ്പൊ നമുക്ക് യെസ് യെസ് യെസ്. ഓക്കെ, എന്താ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. If NPR equal to 840 ആൻഡ് NCR ഈക്വൽ ടു 35, അങ്ങനെയാണെങ്കിൽ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, അപ്പോ ഇതൊന്ന് ട്രൈ ചെയ്തേ. ഇക്വേഷൻസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇതൊന്ന് വേഗം ചെയ്ത് നോക്കിയേ. ഹലോ, ആ യെസ്, പറഞ്ഞോളൂ. അതെ, ആയിരുന്നു. ഓക്കെ, അപ്പോ ഞാൻ പറയാം. അല്ല, അത് എടുത്തോളും, ഞാൻ ക്ലാസ്സിലാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതാ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. 1 സെക്കൻഡ്. ഹലോ, ആ, ഓക്കെ.
കഴിഞ്ഞോ നിങ്ങളുടെ കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. എന്താണ് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. എൻ പി ആർ അപ്പൊ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഡയറക്റ്റ് വേണമെങ്കിൽ എഴുതാം. എങ്ങനെയാ? എൻ പി ആർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ആണ് ഇക്വേഷൻ അല്ലെ. ഇനി എൻ സി ആർ എന്താ? എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ആണ്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം എൻ പി ആർ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും തമ്മിലുള്ള ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. എന്താ? എൻ പി ആർ അല്ലെ. എൻ പി ആർ ഇസ് ഈക്വൽ ടു എൻ സി ആർ ഇൻറ്റു ആർ ഫാക്ടോറിയൽ. ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? എൻ പി ആർ ഇസ് ഈക്വൽ ടു എൻ സി ആർ ഇൻറ്റു ആർ ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ ഈ രണ്ട് വാല്യൂസും തന്നിട്ടുണ്ട് അല്ലെ. എൻ പി ആർ എന്താ? 840 ഇസ് ഈക്വൽ ടു 35 ഇൻറ്റു ആർ ഫാക്ടോറിയൽ അല്ലെ. അങ്ങനെയാണെങ്കിൽ ആർ ഫാക്ടോറിയൽ ഈക്വൽ ടു 840 ബൈ 35 അല്ലെ. 840 ബൈ 35 എത്രയാകും? കാൽക്കുലേറ്ററിൽ ചെയ്തേ. which will ഹലോ ആ വായിച്ചിട്ടുണ്ട്. ആണോ? ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, സോ ഇത് ചെയ്തപ്പോ എന്ത് കിട്ടി? 24 അല്ലെ. 24 കിട്ടി. ദെൻ ആർ ഫാക്ടോറിയൽ 24 ആണ്. അങ്ങനെയാണെങ്കിൽ ആർ എത്രയാ? ഏതിന്റെ ഫാക്ടോറിയൽ 24 വരുന്നത്? 4 ഫാക്ടോറിയൽ അല്ലെ. അപ്പൊ നമുക്ക് ആർ ഈസ് ഈക്വൽ ടു 4 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ, ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ എക്സാം സപ്പോർട്ട് മെറ്റീരിയൽ നോക്കിയോ? അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് അതിലെ ക്വസ്റ്റ്യൻസും അതേപോലെ കാര്യങ്ങളൊക്കെ നോക്കാം. അത് പഠിച്ചിട്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നേ. അപ്പൊ അത് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ പഠിക്കാം. ഓക്കെ, പിന്നെ ഇതാ ഫൈൻഡ് എൻ എന്താ? ഇഫ് എൻ മൈനസ് 1 p3 ഈസ് ടു എൻ p4 ഈക്വൽ ടു 1 ഈസ് ടു 9. ഇതൊന്നും ചെയ്തേ. ഇതെന്താ? എൻ മൈനസ് 1 p3 ഈസ് ടു എൻ p4. നമുക്കറിയാം എ ഈസ് ടു ബി എന്ന് പറയുന്ന ആളെ എങ്ങനെ എഴുതാം? എ ബൈ ബി എന്ന് എഴുതാം അല്ലെ. അങ്ങനെയാണെങ്കിൽ എൻ മൈനസ് 1 p3 ഡിവൈഡഡ് ബൈ എൻ p4 ഈക്വൽ ടു 1 ബൈ 9 എന്ന് എഴുതാൻ പറ്റും. കണ്ടോ? അങ്ങനെയാണെങ്കിൽ നോർമൽ എൻ പി ആർ എന്താ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്? അതേ ഫോമാറ്റിൽ എഴുതാം. എന്താ? എൻ പി ആർ എന്താ? എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഇവിടുത്തെ എൻ ഈ ന്യൂമറേറ്ററിലെ കേസ് എടുക്കുകയാണെങ്കിൽ എൻ എന്ന് പറഞ്ഞാൽ എൻ മൈനസ് 1 ആണ്. അത് ഓർത്തു വെച്ചോളൂ. ഇനി താഴെയാണെങ്കിലോ എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് 4 ഫാക്ടോറിയൽ ഈക്വൽ ടു 1 ബൈ 9 അല്ലെ. പിന്നെ ഇനി എന്താ നമുക്ക് ആവശ്യം? എൻ മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ താഴെ എൻ മൈനസ് 1 മൈനസ് 3 ആണ്, വിച്ച് ഈസ് എൻ മൈനസ് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് 4 ഫാക്ടോറിയൽ ഈക്വൽ ടു 1 ബൈ 9. ഓക്കെ, ഈക്വൽ ടു 1 ബൈ 9. ഇനി നോക്കിയേ, രണ്ടിന്റെ ഡിനോമിനേറ്റേഴ്സിൽ എന്തുണ്ട്? എൻ മൈനസ് 4 ഫാക്ടോറിയൽ ഉണ്ട്. എൻ മൈനസ് 4 ഫാക്ടോറിയൽ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ബാക്കി മുകളിലെ എൻ മൈനസ് 1 ഫാക്ടോറിയലും താഴെ എൻ ഫാക്ടോറിയലും
ഇനി നമുക്കറിയാം എൻ ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഫാക്ടോറിയലിന് എഴുതാം. എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു ഫാക്ടോറിയൽ. നമുക്ക് എന്താണോ അവിടുത്തെ നീഡ് എന്താണോ അതനുസരിച്ച് അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും അല്ലെ? അപ്പൊ താഴത്തെ എൻ ഫാക്ടോറിയലിൽ ഞാൻ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഫാക്ടോറിയലിന് എഴുതി. എനിക്ക് വേണമെങ്കിൽ എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു ഫാക്ടോറിയലിനൊക്കെ എഴുതാം. പക്ഷേ എനിക്ക് അവിടെ ഈ പരിപാടി ഇതിന്റെ ആവശ്യമില്ല അല്ലെ? അപ്പൊ ഈക്വൽ ടു 1/9. ഇതും ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് 1/9 ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ 1/n ഈക്വൽ ടു 1/9 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ n ഈക്വൽ ടു 9 എന്ന് കിട്ടി. എന്താണ്? n ഈക്വൽ ടു 9 എന്ന് കിട്ടി. അപ്പൊ ഈ ഒരു കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ഇത് കോമ്പിനേഷനിലും വരുന്നുണ്ട്, പെർമ്യൂട്ടേഷനിലും വരുന്നുണ്ട്. അപ്പോൾ ഈ സെയിം ഫോർമാറ്റ് തന്നെ. എന്താണ്? കോമ്പിനേഷൻ ആണെങ്കിൽ കോമ്പിനേഷന്റെ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇടയിൽ വരുന്ന സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യുക? ഈ പറയുന്ന എൻ ഫാക്ടോറിയലിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ഓക്കെ, അതും അവിടെയും ഇവിടെയും ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിലും ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നോക്കുക. The number of 3-digit numbers that can be formed from these digits 1, 2, 3, 4, 5 if no digits are repeated. Okay, first question ആണ്. Find the number of arrangements of the letter of the word mathematics. Then third question ആണ്. In how many of these arrangements do the vowels never occur come together? Okay, അപ്പൊ ഫസ്റ്റ് വൺ എങ്ങനെയാണ് നമ്മൾ ചെയ്യാം? അതെങ്ങനെയാണ് നമ്മൾ ചെയ്യാം? അതെങ്ങനെ ചെയ്യാം? ഹാദിയ, ഓ ആ കേൾക്കുന്നുണ്ട് പറഞ്ഞോ. അതായത് നമുക്കൊരു 3-digit നമ്പർ ക്രിയേറ്റ് ചെയ്യണം. ഈ 1, 2, 3, 4, 5 ഡിജിറ്റ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നോ ഡിജിറ്റ്സ് ആർ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഒരാൾ ഉപയോഗിച്ചത് വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോ അതായത് നമുക്കൊരു 3-digit ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് എനിക്ക് ഏതൊക്കെ ഡിജിറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും? അശ്വിത അങ്ങനെയല്ല, നോക്കാം. എവിടെ അശ്വിത? എവിടെ? ഓക്കെ, അപ്പോ 3-digit നമ്പർ, അതായത് ഇത് ഫസ്റ്റ് ഡിജിറ്റ്, ഇത് സെക്കൻഡ് ഡിജിറ്റ്, തേർഡ് ഡിജിറ്റ് ആയിരിക്കും. ഫസ്റ്റ് ഡിജിറ്റ് ഞാൻ ഫിക്സ് ചെയ്യാൻ പോവാണ്. എന്റെ കയ്യിൽ 1, 2, 3, 4, 5 പേരുള്ള അല്ലെ? അപ്പൊ എനിക്ക് 5 പേരിൽ ആരെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡിജിറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 5ആണ്. ഓക്കെ, അവിടെ നിന്ന് 5 ഒരുമിച്ച് എടുക്കാനല്ല കേട്ടാ, 5 ഒരാൾ അവിടെ എടുക്കാം. ഇനി അടുത്ത സെക്കൻഡ് ഡിജിറ്റ് ഞാൻ എഴുതാൻ പോവാണ്. പക്ഷെ എനിക്ക് 5 ഒരാളോട് എടുത്തു കഴിഞ്ഞല്ലോ. ഓക്കെ, 5 ഒരാളോട് എടുത്തു കഴിഞ്ഞു. ബാക്കി എന്റെ കയ്യിൽ 4 ഉള്ളു അല്ലെ? ഈ 4 ആരെ വേണമെങ്കിലും എനിക്ക് രണ്ടാമത് ഉപയോഗിക്കാം. അപ്പൊ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം എന്താ? ഡിജിറ്റുകളുടെ എണ്ണം 4ആണ് അല്ലെ? പിന്നെ 2 പേരവിടെ ആദ്യത്തെയും രണ്ടാമത്തെയും അവിടെ ഏതൊക്കെയോ ഡിജിറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ, 1 മുതൽ 5 വരെ ഉള്ള. ബാക്കി എന്റെ കയ്യിൽ 3 ഡിജിറ്റ്സ് ഉള്ളത് അല്ലെ? ഈ 3 ഡിജിറ്റ്സിൽ എനിക്ക് ആരെ വേണമെങ്കിലും മൂന്നാമത് യൂസ് ചെയ്യാം. കണ്ടോ? കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആൾക്കാരെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? 5 ഇൻറ്റു 4 ഇൻറ്റു 3. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ 5 ഇൻറ്റു 4 ഇൻറ്റു 3 എടുക്കാൻ കാരണം? ഇവിടെ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഞാനിപ്പോ ഒന്നാമത് ഞാൻ 2 എന്ന് പറയുന്ന ഡിജിറ്റ് യൂസ് ചെയ്യുന്ന വിചാരിക്കുക. പിന്നീട് എനിക്ക് 2 ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നോ ഡിജിറ്റ് റിപ്പീറ്റഡ്. ഒരാൾ ഉപയോഗിച്ചത് വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 5 ഇൻറ്റു 4 20 ആണ്. 20 ഇൻറ്റു 3 60 ആണ്. അപ്പൊ 60 ബേസ് ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആരാ പറയുന്നേ? ആരാ പറയാ? അശ്വത ക്ലിയർ ആയോ? ക്ലിയർ ആയി അല്ലെ? ഇനി അവന്തിക ഒന്ന് പറഞ്ഞേ.
Second one, find the number of arrangements of the letter of the word mathematics. ആ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? ടോട്ടൽ എത്ര? നമുക്ക് n ഈക്വൽ ടു ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ഓക്കെ, 11. അപ്പൊ n ഈക്വൽ ടു 11. ഇനി എന്താ ചെയ്യണ്ടേ? റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാരെ എഴുതാം. ലൈക്ക് എം എത്ര തവണ വരുന്നുണ്ട്? 2 തവണ വരുന്നുണ്ട്. പിന്നെ എയോ എഗെയിൻ 2 തവണ വരുന്നുണ്ട്. പിന്നെ ടി 2 ടൈംസ്. പിന്നെ ആരെങ്കിലും എഗെയിൻ വരുന്നുണ്ടോ? ഇല്ല. ബാക്കിയെല്ലാം ഇ ആണെങ്കിലും എച്ച് ആണെങ്കിലും ഐ ആണെങ്കിലും സി ആണെങ്കിലും എസ് ആണെങ്കിലും ഒക്കെ ഒരു തവണ വരുന്നുള്ളൂ. സോ നമ്മൾ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ടോട്ടൽ 11 ആണ്. റിപ്പീറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എന്താ? 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ റിപ്പീറ്റ് ആയിട്ടുള്ള അല്ലേ? അപ്പോ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇതൊന്നും ചെയ്തേ, കാൽക്കുലേറ്ററിൽ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു, ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് 11 ഫാക്ടോറിയൽ ഹരണം 2 ഫാക്ടോറിയൽ ഇൻറ്റു അങ്ങനെ ചെയ്യരുത്. ആദ്യം 11 ഫാക്ടോറിയൽ ചെയ്യുന്നത് ഒരു ബ്രാക്കറ്റിനകത്ത് ഇടാം. ദെൻ ഈ സിമ്പിൾ യൂസ് ചെയ്യുക, ഏതാ ഡിവിഷന്റെ സിമ്പിൾ യൂസ് ചെയ്യുക. ദെൻ അഗെയിൻ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിനകത്ത് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദെൻ കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. എത്രയാ? 4989600. ഇത്രയും രീതിയിൽ. അപ്പൊ ഇത് ടോട്ടൽ അറേഞ്ച്മെന്റ് ആണ്. ഈ കാണുന്നത് എന്താ? ടോട്ടൽ അറേഞ്ച്മെന്റ് ആണ്. ഇനി in how many of these arrangements do the vowels never come together? vowels ഒരുമിച്ച് വരാൻ പാടില്ല. ഓക്കെ, vowels ഒരുമിച്ച് വരാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ ചെയ്യും? അതാര് പറയും? ഓക്കെ, സൈബ ഒന്ന് പറഞ്ഞേ. വവൽസ് ഒരുമിച്ച് വരാൻ പാടില്ല. അറിയില്ല. ഇത് ചാപ്റ്റർ പഠിച്ചില്ലേ? എന്ത് പറ്റി? പഠിച്ചില്ല? എന്ത് പറ്റി? ഓ, ഒന്നുമില്ലല്ലോ. ജസ്റ്റ് ഇനി എത്ര ദിവസം ഉണ്ട് നമുക്ക് എക്സാമിന്? അതറിയാം. പഠിച്ചു തുടങ്ങ്. എന്താണ് ഇത്ര ലേറ്റ് ആവുന്നത്? ഇന്ന് മാത്രമാണോ അതോ എല്ലാ ദിവസവും ഞാൻ പഠിക്കാറില്ല, അങ്ങനെയാണോ? ഇന്ന് മാത്രം പഠിക്കാതെ വന്നതാണോ? സൺഡേ? ഓക്കെ ഓക്കെ, തരാട്ടെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കാണട്ടോ നഷ്ടം. നമുക്ക് ഓർത്തോളൂ, നമുക്ക് ആകെ കുറച്ച് ഡേ ഉള്ളൂ. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. അതായത് നിങ്ങളൊരു റെസ്റ്റ് എടുത്തോളൂ. എങ്ങനെ ഞാൻ പറയുമെങ്കിലും +2 വരുന്നുണ്ട്, അപ്പൊ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. +2 കഴിഞ്ഞിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ റെസ്റ്റ് ചെയ്തോളൂ. അപ്പോഴാണ് എന്ത് എക്സാമുകളിലെ ഒരു പെരുമാറ്റം. നീറ്റ് ആണെങ്കിൽ നീറ്റ്, കീം, ജെഇ, ഞാൻ പറയും അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്തോളൂ, അത് കഴിഞ്ഞ് അഡ്മിഷൻ വരും. ഓക്കെ, സോ നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. ഇൻ ഹൗ മെനി ഓഫ് ദീസ് അറേഞ്ച്മെന്റ്സ് ഡു ദി വവൽസ് നെവർ കം ടു? ഇത് ഈ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതിന്റെ നാക്ക് പഠിക്കുക. ഓക്കെ, അല്ലാണ്ട് എല്ലാ ക്വസ്റ്റ്യൻ നമുക്ക് വവൽസ് വരുന്നത് നോക്കിയിരിക്കാൻ പറ്റില്ല. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കും. അപ്പൊ ആദ്യം നമ്മൾ ടോട്ടൽ അറേഞ്ച്മെന്റ്സ് കണ്ടുപിടിച്ച് വെച്ചു. ഇനി മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു വേർഡില് എത്ര വവൽസ് ഉണ്ടെന്ന് നോക്കുന്നു. ഇത് ഞാൻ മാറ്റുന്നില്ല.
നോക്കാം. ഈ 4 എ ഇ എ ഐ എന്ന് പറയുന്ന ഇത്ര ആൾക്കാരിലുള്ള, അപ്പൊ ഇത്ര വോവൽസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ വോവൽസിന്റെ അറേഞ്ച്മെന്റ്സ് കണ്ടുപിടിക്കുന്നു, ബാക്കിയുള്ള ആൾക്കാരുടെ അറേഞ്ച്മെന്റ് വേറെ കണ്ടുപിടിക്കുന്നു. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഇതാണ് ഇവിടെ നടക്കുന്ന പരിപാടി അല്ലെ. അപ്പൊ ഈ വോവൽസിൽ നോക്കാം, 4 വോവൽസ് അവിടെ ഉള്ളത് അല്ലെ. എ ഇ 4 വോവൽസ് അല്ല, 4 ലെറ്റേഴ്സ് അവിടെ ഉള്ളത്. അപ്പോ 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ആൻഡ് അഗെയിൻ അവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്താ, എ 2 തവണ വരുന്നുണ്ട്, 2 ഫാക്ടോറിയൽ. നമ്മൾ തൊട്ട് മുൻപ് എഴുതിയ പോലെ ടോട്ടൽ ലെറ്റേഴ്സിന്റെ എണ്ണം ബൈ നമ്മുടെ ആവശ്യം എന്താണോ അതുപോലെ, അതായത് റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഫാക്ടോറിയൽ. ഇത് വോവൽസിന്റെ കേസാണ്, അവിടെ നടക്കുന്ന അറേഞ്ച്മെന്റ്സിന്റെ എണ്ണമാണ് അത്. ഇനി റിമൈനിങ് ആൾക്കാരുടെ കാര്യം അന്വേഷിക്കണം. ആരാ? ടോട്ടൽ 11 പേരാണ് ഉള്ളതെന്ന് പറഞ്ഞു അല്ലെ. 11ൽ നിന്ന് ഇയാളെ സെപ്പറേറ്റ് ചെയ്ത് കളയാണ്. ആരെ? 1 2 3 4 പേരെ കളഞ്ഞു. 11 അല്ലേ? പതിനൊന്ന് പേരാണ്. അതിൽ നിന്ന് 4 പേരെ കളഞ്ഞു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ബാക്കി എത്ര പേരുണ്ട് ഇവിടെ? 7 അല്ലെ. 11ൽ നിന്ന് 7 പേര്, പിന്നെ പ്ലസ് 1 8ആണ്. പക്ഷെ ഇവിടെ എ നമ്മൾ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി നമ്മുടെ 1 2 കണ്ടോ? ബാക്കി റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എം ടി എച്ച് എം ടി സി എസ്, ഈ ബാക്കിയുള്ള ആൾക്കാരെയാണ് നമുക്ക് ഇനി അറേഞ്ച് ചെയ്യാനുള്ളൂ അല്ലെ. കാരണം എന്താ, ഈ പറയുന്ന എ ഇ എ ഐയുടെ കാര്യങ്ങൾ അവിടെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി കാണുന്ന 7 പേരുടെ കാര്യമാണ് നമുക്ക് അന്വേഷിക്കേണ്ടത്. അപ്പൊ എന്താ അവിടെ 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ബാക്കി എന്താ അവിടെ റിപ്പീറ്റ് ചെയ്യുന്ന കേസുകൾ നോക്കാം. ആരൊക്കെയായിരുന്നു റിപ്പീറ്റ് ചെയ്തിരുന്നേ? എം 2 തവണ, ടി 2 തവണ. ബാക്കിയൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒന്നിൽ കൂടുതൽ വരുന്ന ആൾക്കാരുടെ കാര്യം മാത്രം നമ്മൾ എവിടെ താഴെ എഴുതാൻ പാടുള്ളൂ. അപ്പൊ എന്താ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ കഴിഞ്ഞു. ഇനി ഈ 2 റിസൾട്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ വോവൽസ് വരുന്ന കേസായാണ്. ഓക്കെ, എന്ത് വരും? ഫോർ ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ കണ്ടുപിടിക്കുക, ഇൻറ്റു 7 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ കണ്ടുപിടിക്കുക. അപ്പൊ എത്ര ആൻസർ കിട്ടിയേ? 8 ഫാക്ടോറിയൽ അല്ല വരുന്ന ഇവിടെ. പന്ത്രണ്ടെണ്ണല്ലേ ഉള്ളേ? ഓക്കെ ഓക്കെ, ഇവിടെ 11 ആയിരുന്നല്ലേ? സോറി സോറി. അപ്പൊ ഇവിടെ 8. 1 സെക്കൻഡ്. ഹലോ, യെസ്, പറഞ്ഞോളൂ. ഓക്കെ, ഞാനിപ്പോ അയക്കാം, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോ ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്? അപ്പോൾ ശ്രദ്ധിക്കുക, ബാക്കി 7 പേരുടെ കാര്യമാണ് അന്വേഷിക്കേണ്ടത് അല്ലെ. പ്ലസ് ഞാൻ എന്തു പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ഒരാളുടെ, ഐ മീൻ ഈ 7 പേരുടെ കാര്യം
പ്ലസ് ഇവർ 4 പേര് നമ്മൾ ഒന്നാക്കി. വൊവൽസ് എല്ലാം ഒരുമിച്ച് വരുന്നു എന്നാ പറയുന്നത്. വൊവൽസ് കം ടുഗെദർ അല്ലെ. അപ്പോ 7 പ്ലസ് വൊവൽസ് വരുന്ന ഈ ഒരാളും കൂടി കൂട്ടി നമ്മൾ ഇവിടെ എന്താ 8 എടുക്കേണ്ടത്. ഓക്കെ, 11 ആയിരുന്നു. 11 ഇന്ന് 4 പേരെ കുറച്ചു 7. അപ്പൊ നമുക്ക് 7 പേരുടെ കാര്യമാണ് നോക്കേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കി ഒരാളും കൂടി എക്സ്ട്രാ നമ്മൾ എടുക്കണം. അത് ഓർത്ത് വെക്കണം. അതെങ്ങനെ എക്സ്ട്രാ എടുക്കുന്നത്? ഈ വൊവൽസിനെ എല്ലാം ചേർത്ത് വെച്ചത് ഒരാളാക്കി അയാൾ നമ്മൾ ഇവിടേക്ക് ആഡ് ചെയ്യാണ് നമ്മൾ. എന്നിട്ട് വൊവൽസ് എല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു വേർഡ് പ്ലസ് റിമൈനിങ് ആൾക്കാരെയാണ് നോക്കുന്നത് അല്ലെ. അപ്പൊ എന്താ ബാക്കി 7 പ്ലസ് ഇയാൾ 1 8. അപ്പൊ 8 ഫാക്ടോറിയൽ ആണ് മുകളിൽ വരെ. എന്താണ് ഇവിടെ 8 ആണ് വരെ. അപ്പൊ 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പൊ നമുക്ക് എത്ര ആൻസർ വരുന്നത് നോക്കിയേ. 2 ഫാക്ടോറിയൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത് കളയാം അല്ലേ. 2 3 4 ഇവിടെ 24 വരുന്നത്. ലൈക്ക് 24 ആണ്. അപ്പൊ 8 ഫാക്ടോറിയൽ ഇൻറ്റു 3 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടാ? 8 ഫാക്ടോറിയൽ ഇൻറ്റു 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 120 എത്ര കിട്ടുന്നേ? വേഗം കമന്റ് ചെയ്യും. 120960 അല്ലെ. ഇനി എന്ത് ചെയ്യാ? ടോട്ടൽ അറേഞ്ച്മെന്റ് ചെയ്യുന്നത് സബ്ട്രാക്ട് ചെയ്ത് കളയാം. ഹലോ, കാവ്യ പറഞ്ഞു. കാവ്യ അത്യാവശ്യമാണ്, ഞാൻ ക്ലാസ്സിലാണ്. ഓക്കെ, സോ ഇത് കിട്ടി. നമുക്കിനി എന്താ അറിയണ്ടേ? നെവർ കം ടുഗെദർ അല്ലെ, ഒരുമിച്ച് വരുന്നില്ല. ഇത് വരുന്നതിന്റെ കേസാണ്. വോവൽസ് കം ടുഗെദർ ആണ് ഈ കാണുന്ന 120960 അല്ലെ. ഇനി വവൽസ് നെവർ കം ടുഗെദർ. ഇപ്പൊ എന്ത് വന്നു? ടോട്ടൽ അറേഞ്ച്മെന്റിൽ നിന്ന് ഇയാളെ കുറച്ച് കളയുന്നു. ഓക്കെ, മൈനസ് 120960. ഇതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, സോറി, എനിക്ക് അറിയാലോ കുറെ കോളുകൾ വരും, അതുകൊണ്ടാണ്. സമാധാനമായിട്ട് ക്ലാസ് എടുക്കാൻ ശ്രമിക്കും. സോ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എത്ര കിട്ടുന്നേ? എത്ര ആൻസർ കിട്ടുന്ന? 4 8 6 8640 അല്ലേ. യെസ്, ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോ ഈ ഒരു കൈൻഡ് ഓഫ് പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാറുണ്ട്. വോവൽസ് വരുന്നതും വരാത്തതും. വരുന്നത് കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ടോട്ടൽ അറേഞ്ച്മെന്റിൽ നിന്ന് അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വരാത്തത് കിട്ടും. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 ഫാക്ടോറിയൽ ഈക്വൽ ടു x/10 ഫാക്ടോറിയൽ ആണെങ്കിൽ ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ ഈസി ആയിട്ട് എന്താണ് മെത്തേഡ് എന്ന് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്ക് ചെയ്ത് LCM ഒക്കെ എടുത്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ മാക്സിമം എളുപ്പത്തിൽ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതായത് ഇവിടെ 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 ഫാക്ടോറിയൽ ഈക്വൽ x/10 ഫാക്ടോറിയൽ ആണല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് മാത്രമായിട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? എല്ലാ ടൈമിനെയും ഇവിടെ /10 ഫാക്ടോറിയൽ പോകണം അല്ലെ. അതിന് വേണ്ടി എനിക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം? 10 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, മുകളിലും താഴെ അല്ലെ. അപ്പൊ അതായത് എനിക്ക് ഇവിടെ ചെയ്യുമ്പോൾ എൻ്റെ മൊത്തത്തില് ചെയ്യേണ്ടി വരും അല്ലെ. ഓക്കെ, എൻ്റെ മൊത്തത്തിൽ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? 10 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ന്യൂമറേറ്ററിൽ മാത്രം ചെയ്താൽ മതിയല്ലോ. ഓക്കെ,
അപ്പോൾ 10 ഫാക്ടോറിയലിൽ മൊത്തം ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ്. എന്തിനാ? എനിക്ക് താഴത്തെ 10 ഫാക്ടോറിയൽ പോകണം. എളുപ്പത്തിൽ എക്സ് ഈക്വൽ ടു ഒന്നാക്കി എടുക്കാനാണ്. അപ്പോൾ ഇവിടെ 10 ഫാക്ടോറിയൽ ബൈ 8 ഫാക്ടോറിയൽ 10 ഫാക്ടോറിയൽ ബൈ 9 ഫാക്ടോറിയൽ ഈക്വൽ ടു ഇത് രണ്ട് പോയപ്പോൾ എക്സ് എന്ന് വന്നു. കണ്ടോ? ഇനി എന്താണ്? ഈ 8 ഫാക്ടോറിയൽ 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇയാളെ 8 ഫാക്ടോറിയൽ ഇൻറ്റു 9 ഇൻറ്റു 10 എന്ന് എഴുതാം നമുക്ക്, അല്ലെ? എന്താ? 10 ഫാക്ടോറിയലിനെ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഫാക്ടോറിയലിന് എഴുതാം. അറ്റ് ദി സെയിം ടൈം 10 ഫാക്ടോറിയൽ നമുക്ക് 9 ഫാക്ടോറിയൽ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? 10 ഇൻറ്റു 9 ഫാക്ടോറിയൽ എന്ന് എഴുതാം, അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിച്ചു? താഴത്തെ 8 ഫാക്ടോറിയലും ഈ 8 ഫാക്ടോറിയലും പോയി. ബാക്കി അവിടെ 9 ഇൻറ്റു 10 90 ആണ്. പ്ലസ് ഇവിടെ എന്താ? 9 ഫാക്ടോറിയലും ഈ 9 ഫാക്ടോറിയലും പോയി. ബാക്കി മുകളിൽ 10 മാത്രമേ ഉള്ളൂ, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്, അല്ലെ? നമുക്ക് എക്സ് ഈക്വൽ ടു 90 പ്ലസ് 10 വിച്ച് ഈസ് 100 എന്ന് കിട്ടും. കണ്ടോ? ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, മുൻ വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അല്ലെ? എന്താണ് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ എക്സ് ബൈ 10 ഫാക്ടോറിയൽ കടന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് എൻറ്റയർ ഇക്വേഷനെ 10 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ബാക്കിയെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് എഴുതി. ക്ലിയർ? ക്ലിയർ ആയോ? സൈബ, ആദ്യ, കാശിനാഥ്, അദീന, റോട്രിക്സ്, ചിന്മയ, ക്ലിയർ ആയോ? Okay. In the second question, okay, in how many ways a committee of 3 persons can be formed from a group of 2 men and 2 women? അതൊന്നും ചെയ്ത് നോക്കി. ഇൻ ഹൗ മെനി വേസ് എ കമ്മിറ്റി ഓഫ് നമുക്കൊരു 3 പേഴ്സൺസിന്റെ 3 ആൾക്കാർ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കമ്മിറ്റി ക്രിയേറ്റ് ചെയ്യണം. ആ കമ്മിറ്റി എവിടെ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? 2 മെന്നും 3 വുമണാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇവരിൽ നിന്നാണ് നമ്മൾ 3 പേഴ്സൺ വരുന്ന ഒരു കമ്മിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കമ്മിറ്റി എങ്ങനെയായിരിക്കും? അപ്പൊ നമ്മുടെ കയ്യിൽ ടോട്ടൽ 5 ആൾക്കാരുള്ളത്, അല്ലെ? വളരെ ഈസിയാണ്. ടോട്ടൽ 5. അവിടെ വേറെ സ്പെസിഫിക് ആയിട്ട് ഇയാൾ വേണമെന്നോ അല്ലെങ്കിൽ ആ ഒരു ടീമില് ഒരു ആണ് വേണമെന്നോ 2 പെണ്ണ് വേണമെന്നോ അങ്ങനൊന്നും പറയുന്നില്ല. ജസ്റ്റ് 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ക്രിയേറ്റ് ചെയ്യണം. ഈ പറയുന്ന 2 മെന്നും 3 വുമണുമാണ് നമ്മുടെ കയ്യിലുള്ളത്, അല്ലെ? അപ്പൊ ടോട്ടൽ നമ്മുടെ കയ്യിൽ എത്ര മനുഷ്യരുണ്ട്? ഇവിടെ 5. ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ എത്രയാ? എൻ എന്ന് പറഞ്ഞാൽ 5 ആണ്, അല്ലെ? ഇനി നമുക്ക് എത്ര പേരടങ്ങുന്ന കമ്മിറ്റിയെ ക്രിയേറ്റ് ചെയ്യണ്ടേ? 3 പേര്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ 6 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 അല്ലെ? 3, അല്ലെ? സോ അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം? കോമ്പിനേഷൻ എഴുതാം, അല്ലെ? നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു NCR which is 5C3, അല്ലെ? 5C3 അതിന്റെ വാല്യൂ എത്രയാ? 5C3 എന്ന് പറഞ്ഞാൽ എത്രയാ? 10, അല്ലെ? അപ്പൊ നമുക്ക് 10 ബേസ് 10 ബേസില് അത് എടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? ക്ലിയർ. Find the number of ways of the letter of the word trigonometry. Trigonometry എന്ന് പറയുന്ന ഈ ഒരു വേർഡ് തന്നേക്കാണ്. എന്നിട്ട് how many of these arrangements do the word start with the T? T വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അതേപോലെ all do words occur together. Words എല്ലാം ഒരുമിച്ച് വരണം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ വേഗം. ഇത് തന്നെ ട്രൈ ചെയ്ത് നോക്കാം വേഗം. മാക്സിമം വേഗം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ട്രിഗണോമെട്രി. അപ്പൊ ആദ്യം ടോട്ടൽ അറേഞ്ച്മെന്റ് കണ്ടുപിടിക്കണം. അതിനുശേഷം എന്താണ്? ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ബാക്കി അറേഞ്ച് ടി ഓൾറെഡി അവിടെ ഫിക്സ്ഡ് ആണ്. ബാക്കിയുള്ള ആൾക്കാരുടെ അറേഞ്ച്മെന്റ് നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ അവിടെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. പിന്നെ വോവൽസ് വേഗം ചെയ്തേ.
ഹലോ. യെസ്, അർച്ചന. നയൻ ടു 11 ആണോ? സ്കെഡ്യൂളിൽ വരുന്ന എടുത്താൽ മതി. പി പി ടി ഓൾറെഡി അതിലുണ്ടല്ലോ, ഷീറ്റിലില്ലേ ഓൾറെഡി മുൻപ് എടുത്തത്. പി പി ടി ഓൾറെഡി കയ്യിലില്ലേ പ്ലെയിൻ വിത്തിന്റെ? പ്ലെയിൻ വിത്ത്. ഓക്കെ, അന്ന് അതെടുത്തോളൂ കേട്ടോ അച്ഛൻ, അതെടുത്തോളൂ. ട്രയൽ, ഐ മീൻ ട്രയലല്ലേ കിടക്കുന്നത്? എ ബാച്ച് ആണോ വരുന്നത്? ഓക്കെ, പ്ലെയിൻ വിത്ത് എടുത്താൽ മതി ട്രയല്. യെസ്, അത് അങ്ങനെ ചെയ്താൽ മതി. കഴിഞ്ഞോ? ആദ്യം ടോട്ടൽ അറേഞ്ച്മെന്റ് കണ്ടുപിടിക്കുക, അതിനുശേഷം തീയില് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നികിത ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? ഹലോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഈ ഒരു വേർഡില് എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? ട്രിഗണോമെട്രി. അപ്പൊ നോക്കിയേ, 1 2 3 4 5 6 12 അല്ലെ? ഇവിടെ n ഈക്വൽ ടു 12 ആണ്. ആൻഡ് അവിടേക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. n ഈക്വൽ ടു 12 നമുക്ക് ടി അല്ലെ? ടി നമുക്ക് 2 തവണ വരുന്നുണ്ട്. പിന്നെ ഓ ഓ 2 തവണ വരുന്നുണ്ട്. പിന്നെ ആരാ? ആറ് 2 തവണ വരുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ 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 മിസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അറേഞ്ച്മെന്റ് എത്ര വരും? ഈസ് ഈക്വൽ ടു 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ അല്ലെ? ഇത് എത്രയാണ് കിട്ടിയേ? ഇത് എത്രയാ വന്ന? വേഗം ആൻസർ കമന്റ് ചെയ്തേ. വേഗം ചെയ്യാട്ടോ, വേഗം ചെയ്യാ, ഫാസ്റ്റ് ചെയ്യാ. ഷാഹിദ്, എത്ര കിട്ടിയത് നിനക്ക്? ഓക്കെ, 5 9 8 7 5 2 0 അല്ലേ? ഇതാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അഭിനവ് ഒന്ന് ചെക്ക് ചെയ്യാ. ഇതാണ് നമുക്ക് വരുന്നത്. ഇനി സെക്കൻഡ് വൺ എന്താ? ഡു ദ വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് ടി. ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? അതായത് ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ബാക്കിയുള്ള ആൾക്കാർ നമുക്കെന്നറിയാം, ടോട്ടൽ 12 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. 12 ടി അവിടെ ആദ്യം ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ബാക്കി നമ്മുടെ കയ്യിൽ എത്രയുള്ളത്? ബാക്കി നമ്മുടെ കയ്യിൽ 11 ആൾക്കാരുള്ളത് അല്ലെ? അപ്പൊ ആ 11 ഫാക്ടോറിയൽ ആൻഡ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാ? ഓയും ആറും അല്ലെ? അപ്പോ
11 factorial divided by 2 factorial into 2 factorial. Clear? ഓക്കെ, അപ്പോ 11 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ വന്നു. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര കിട്ടിയേ? ബിപിൻ എത്ര കിട്ടിയേ? ഡബിൾ 9 അല്ലെ? ഇനി ഡു ഓൾ ദി വോവൽസ് ഒക്യൂർ ടുഗദർ, വോവൽസ് എല്ലാം ഒരുമിച്ച് വരണം. അപ്പൊ എന്ത് വരും? കാൽക്കുലേറ്റർ ഇല്ലേ? എന്ത് പറ്റി? വോവൽസ് ആരൊക്കെയാ? ഐ, ഓ, ഓ, ഇ അല്ലെ? 4 പേരുള്ള. ഇനി ഇതിലാരാ? അപ്പൊ നമുക്ക് വോവൽസ് ഒരുമിച്ച് വരണല്ലോ. അപ്പൊ വോവൽസ് ഒരുമിച്ച് വരണം, പിന്നെ ബാക്കിയുള്ള ആൾക്കാർ. അപ്പൊ ഇതിന്റെ എന്താ? 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ബാക്കി എത്ര പേരുണ്ട്? 12 പേരുണ്ട്. 12ന്ന് 4 പേര് പോയ 8 പിന്നെന്താ? 8 പ്ലസ് ഈ ആള് കൂടെ വന്നു 9 അല്ല. അപ്പൊ 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇനി അവിടെ ആരൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും? ടി ഉണ്ടാവും, ആറും ഉണ്ടാവും. അപ്പൊ 9 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ക്ലിയർ? സ്കൂളിൽ മറന്നുപോയില്ലേ? അപ്പോ 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഓക്കെ, ഇതൊന്ന് ആൻസർ ചെയ്തേ. ഇതെന്താ വരും നോക്കി. നേരത്തെ ചെയ്ത പോലെ 2, 4, 8 അല്ലെ? അപ്പോ എന്ത് വരും ഇവിടെ? 8. അപ്പോൾ 9 ഫാക്ടോറിയൽ ഇൻറ്റു 3 ചെയ്യാം. അപ്പോ എത്ര വന്നു? 9 ഫാക്ടോറിയൽ ഇൻറ്റു 3 ചെയ്തപ്പോ എത്ര കിട്ടി? 90,000. എത്ര വന്നേ? 9 ഫാക്ടോറിയൽ ഇൻറ്റു 10,88,640. ഓക്കെ, ഇതാണ്. കാശിനാഥ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഷാഹിദിന്റെ എഴുതി കഴിഞ്ഞോ? ഓക്കെ, അപ്പോ നിങ്ങൾ എക്സാം സപ്പോർട്ട് മെറ്റീരിയൽ നോക്കിയ വേഗം, എന്നിട്ട് അതിലേതെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് വേഗം. മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് നോക്കുക. ടു മിനിറ്റ് വേഗം നോക്കാം.
ഇതാണ് 14B അല്ലേ? 14B നോക്കട്ടെ. 14th ബി ക്വസ്റ്റ്യൻ. ഓക്കെ, അതാണ് ആരതി ഞാൻ പറഞ്ഞത്. 11 ഫാക്ടോറിയല് ഡിവിഷൻ ഇട്ടു, ദെൻ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതായത് ഇതാണ് ചെയ്യേണ്ടത്. 11 ഫാക്ടോറിയൽ ബൈ ഇതാണെങ്കിൽ ബ്രാക്കറ്റ് ഇടുക, 11 ഫാക്ടോറിയൽ ഇവിടെ ചെയ്യുക, ഡിവിഷൻ സിമ്പിൾ ഇടുക, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇതാണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങളുടെ പ്ലസ് ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് n 12 into n minus 1 p3 equal to 5 into n plus 1 p3. നോക്കാം, ഇതാണ് ക്വസ്റ്റ്യൻ. ഡൗട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇയാളെ എന്ത് ചെയ്യാൻ പോവാണ്? റേഷ്യോ ഫോമാറ്റ്, മൾട്ടിപ്ലൈ ചെയ്ത് തന്നേക്കാണ്. അപ്പോൾ ഇവിടെ റേഷ്യോ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. 12 ഇൻറ്റു ഈ ആളെ n-1 p3നെ NPR ഫോമാറ്റിൽ എഴുതാണ്, which is n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-1 മൈനസ് 3 ഫാക്ടോറിയൽ. എന്തുകൊണ്ടാ? NPR എന്താ? n ഫാക്ടോറിയൽ ബൈ n-r ഫാക്ടോറിയൽ ആണ്. സോ n-1 മൈനസ് 3 ഫാക്ടോറിയൽ which is equal to 5 ഇൻറ്റു again ഇയാളെ എന്താ NPR ഫോമാറ്റിൽ എഴുതാ, n+1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n+1 മൈനസ് 3 ഫാക്ടോറിയൽ അല്ലേ? ഇനി എന്താ? ഇയാളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാ, 12 ഇൻറ്റു n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ താഴെ എന്താ? n-4 ഫാക്ടോറിയൽ ആണ്. -1 -3 എന്താ? -4 ആണ്. which is equal to 5 into n+1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ +1 മൈനസ് 3 എത്രയാ? -2 n-2 ഫാക്ടോറിയൽ. കണ്ടോ? ഇത്ര എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇയാളെ ബാക്കി നമ്മൾ പറഞ്ഞു നമ്മുടെ നീഡ് അനുസരിച്ച് ഇയാളെ അറേഞ്ച് ചെയ്ത് എഴുതാന്ന്. ലൈക്ക് n ഫാക്ടോറിയലിനെ n ഇൻറ്റു n-1 ഫാക്ടോറിയലിനോ n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഫാക്ടോറിയലിനോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഓക്കെ, നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഫാക്ടോറിയൽ എല്ലാം ക്യാൻസൽ ആയി പോകണം. ഫാക്ടോറിയൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണോ അതെല്ലാം ക്യാൻസൽ ആയി പോകണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കാം. 12 ഇൻറ്റു മുകളിലെ n-1 ഫാക്ടോറിയലും താഴെ n-4 ഫാക്ടോറിയലുമാണ്. ഇപ്പൊ ഞാൻ n-1 ഫാക്ടോറിയലിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാന്ന് വിചാരിക്കാം. അപ്പൊ എന്താ? n-1 ഇൻറ്റു n-1 മൈനസ് 1 ഫാക്ടോറിയൽ. n ഇൻറ്റു n-1 ആണല്ലോ. എന്താ നമ്മുടെ ജനറൽ ഇക്വേഷൻ? എന്താ? n ഫാക്ടോറിയൽ ഈക്വൽ ടു n ഇൻറ്റു n-1 ഫാക്ടോറിയൽ. അതേപോലെ ഈ പറയുന്ന n-1 ഫാക്ടോറിയലിനെ ഞാൻ എഴുതുകയാണെങ്കിൽ എനിക്ക് n-1 ഇൻറ്റു n-1 മൈനസ് 1 ദാറ്റ് മീൻസ് n-1 ഇൻറ്റു n-2 ഫാക്ടോറിയലിനെ എഴുതാൻ പറ്റും. ഉണ്ടോ? ഇനി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എഴുതി പോയാൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. n-1 ഇൻറ്റു n-2 ഇൻറ്റു n-3 ഇൻറ്റു n-4 ഫാക്ടോറിയൽ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? താഴത്തെ n-4 ഫാക്ടോറിയൽ കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, divided by n-4 ഫാക്ടോറിയൽ. അഗെയിൻ റൈറ്റ് സൈഡിലാണെങ്കിൽ n+1 ഫാക്ടോറിയലും താഴെ n-2 ഫാക്ടോറിയലുമാണ് അല്ലെ? അപ്പോ ഈ മുകളിൽ ആളെ നമുക്ക് എങ്ങനെ എഴുതാം? എന്റെ n+1 ഫാക്ടോറിയലിൽ ഞാൻ എടുത്തിട്ട് n+1 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? എനിക്ക് അതാണ് എന്റെ n എന്ന് വിചാരിക്കുക. അപ്പോ n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇൻറ്റു n-3 ഫാക്ടോറിയൽ അങ്ങനെ എഴുതി പോവാണ്. അപ്പോ
എൻ പ്ലസ് വൺ ഇൻറ്റു ഈ എൻ പ്ലസ് വൺ മൈനസ് വൺ എന്താ, അത് പ്ലസ് മൈനസ് ക്യാൻസൽ ചെയ്തിട്ട് എൻ ആയിട്ട് മാറും. പിന്നെ ഈ എൻ പ്ലസ് വൺ മൈനസ് ടു എന്താ, മൈനസ് വൺ, എൻ മൈനസ് വൺ കണ്ടോ. അപ്പോ ഇയാള് ഇതായിട്ട് മാറും. സോ 5 ഇൻറ്റു എന്ത് സംഭവിച്ചു, എൻ പ്ലസ് വൺ ഇൻറ്റു എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു ഫാക്ടോറിയൽ, താഴെയുള്ള എൻ മൈനസ് ടു ഫാക്ടോറിയൽ അതേപോലെ എഴുതി. പിന്നെ എന്ത് സംഭവിച്ചു, എൻ മൈനസ് ഫോർ ഫാക്ടോറിയൽ ഇവിടെ മുകളിൽ താഴെയുണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ എന്തുണ്ട്, എൻ മൈനസ് ടു ഫാക്ടോറിയൽ മുകളിൽ താഴെയുണ്ട്. പിന്നെ രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ ആരുണ്ട്, എൻ മൈനസ് വൺ ഉണ്ട് കണ്ടോ. ബാക്കി ഇവിടെ 12 എൻ മൈനസ് ടു എൻ മൈനസ് ത്രീ ഈക്വൽ ടു ഇവിടെ ആരാ 5 എൻ ഇൻറ്റു എൻ പ്ലസ് വൺ. ഇത്രയും ആൾക്കാരാണോ ഉള്ളത്. ക്ലിയർ. ഇയാളൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 12 ഇൻറ്റു ഇത് എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ത്രീനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എൻ സ്ക്വയർ മൈനസ് 5n പ്ലസ് 6 എന്ന് എഴുതാൻ പറ്റും. അതേപോലെ ഇവിടെയാണെങ്കിൽ 5 എൻ സ്ക്വയർ പ്ലസ് എൻ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി 12n സ്ക്വയർ മൈനസ് 60n പ്ലസ് 72 ഈക്വൽ ടു 5n സ്ക്വയർ പ്ലസ് 5 ഉണ്ടോ. എല്ലാവരെയും ഇങ്ങോട്ട് എടുക്കുകയാണേ. അപ്പോ നമുക്ക് 7n സ്ക്വയർ 72 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി ഇയാളെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് n ഈക്വൽ ടു 8ഉം n ഈക്വൽ ടു 9/7 കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മളിവിടെ ഏത് തന്നെ യൂസ് ചെയ്യും. ഹലോ, ആ ആണോ, ഞാനിപ്പോ അയക്കാം. നിലീന ക്ലാസ്സിൽ ലെഫ്റ്റ് ആയി പോയിട്ടോ. കുട്ടിയുടെ അടുത്ത് ക്ലാസ് ടീച്ചർ അയച്ചതെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇവിടെ നോക്കുക, n ഈക്വൽ ടു 8 ആൻഡ് n ഈക്വൽ ടു 9/7 ആണ്. അപ്പൊ നമ്മളിവിടെ ഏത് തന്നെ ചൂസ് ചെയ്യാം. n ഈക്വൽ ടു 8 ആണോ n ഈക്വൽ ടു 9/7 ആണോ ചൂസ് ചെയ്യുന്നത്. n ഈക്വൽ ടു 8 ആയിരിക്കും അല്ലെ. 9/7 എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ആണ്. n ഒരിക്കലും അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് നമ്പർ ആയിരിക്കില്ല, അതൊരു ലീസർ ആയിരിക്കും അല്ലെ. അതുകൊണ്ട് n ഈക്വൽ ടു 8 ആണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. ക്ലിയർ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ഇവിടെയൊക്കെ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റേഷ്യോ ആണെങ്കിൽ ആദ്യ ബൈ ബി ഫോമാറ്റിൽ എഴുതാം. പിന്നീട് എല്ലാം എൻ പി ആർ ആണെങ്കിൽ എൻ പി ആറിന്റെ ഇക്വേഷൻ വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. പിന്നീട് ഈ പറയുന്ന ജനറൽ ഫോമാറ്റ് ആയിട്ടുള്ള എൻ ഫാക്ടോറിയൽ ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് വൺ എന്ന് പറയുന്ന എൻ മൈനസ് വൺ ഫാക്ടോറിയൽ എന്ന് പറയുന്ന കാര്യം നീഡ് അനുസരിച്ച് അത് എക്സ്പാൻഡ് ചെയ്ത് ഫാക്ടോറിയൽ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെയാണെങ്കിൽ എന്താ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഹെൽപ്പ് വേണ്ടി വന്നു. മറ്റെവിടെ ആണെങ്കിൽ n നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അത്രയേ വ്യത്യാസമുള്ളൂ. പിന്നെ അവസാനം നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ വരുമ്പോൾ n എന്തായിരിക്കും. ഇപ്പോ ലൈക്ക് എൻ പി ആർ ആണെങ്കിലും എൻ സി ആർ ആണെങ്കിലും എന്താ n എന്ന് പറയുന്ന ആളായിരിക്കും വലുത് അല്ലെ, r ചെറുതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും വലിയ n ഏതാണോ, ആറിനേക്കാൾ വലിയ n ഏതാണോ അത് ചൂസ് ചെയ്യുക. നെഗറ്റീവ് നമ്പറുകളൊന്നും n വരില്ല, പോസിറ്റീവ് നമ്പർ മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് ആ കൈൻഡ് ഓഫ് നമ്പേഴ്സ് ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് n-ന്റെ വാല്യൂ കിട്ടും. ക്ലിയർ. നമുക്കൊരു ക്വസ്റ്റിനോട്ട് പോവാം.
ഇതാ നേരത്തെ ചെയ്ത പോലത്തെ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ a committee of 3 persons is to be constituted from a group of 2 men and 3 women. In how many way this can be done? ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ, and how many of these committee would consist at least one man? ഓക്കെ, എന്ത് വരും? മൂന്ന് പേരടങ്ങുന്ന ഒരു കമ്മിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി വേ ദിസ് ക്യാൻ ബി ഡൺ, എത്ര രീതിയിൽ ചെയ്യാൻ പറ്റുന്നു? ഇങ്ങനെയാ ടോട്ടല് 5 പേരുള്ള, 2 men 3 women 5 പേരുള്ള, അതിൽ നിന്ന് നമുക്ക് 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ക്രിയേറ്റ് ചെയ്യണം. സോ 5C3 എത്രയായി കിട്ടിയ 10. ഇനി അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 man, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന 3 പേരടങ്ങുന്ന ആ ഒരു കമ്മിറ്റിയിൽ അറ്റ്ലീസ്റ്റ് ഒരു മാനെങ്കിലും വരണം. അപ്പൊ നമ്മൾ അതെങ്ങനെ ചെയ്യും? അറ്റ്ലീസ്റ്റ് 1 man എന്ന് പറയും. എങ്ങനെ വരും? രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അതായത് നമ്മൾ പറയാണ് ആ കമ്മിറ്റിയില് ഒരു മാനെങ്കിലും വരണം, അല്ലെ? അപ്പൊ നമുക്ക് അതിനെ ഒന്നുകിൽ മാൻ വരുന്ന കേസുകൾ പലതും എടുത്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ ഇങ്ങനെ പറയാം. അതായത് അവിടെ എന്ത് വരുന്നില്ല നോക്കിയാൽ മതി, അല്ലെങ്കിൽ നോമെൻ മെന്ന് വരുന്നില്ല എന്ന് പറയുന്ന കൺസെപ്റ്റ് നോക്കിയാൽ മതിയല്ലോ, എന്നിട്ട് അത് കുറച്ചാ പോരെ, അല്ലെ? ടോട്ടൽ, അതായത് ടോട്ടൽ നമുക്ക് എന്താ 10 വേ അവിടെ ഉണ്ട്. ഈ 10 പേരിന് അറ്റ്ലീസ്റ്റ് ഒരാണെങ്കിലും വരുന്നെന്ന് പറയണം അവര്. നമ്മൾ പറയാണ് അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ടോട്ടൽ നിന്ന് മാനൊന്നും വരാത്ത കേസ് കുറച്ചെല്ലാം പറയാം. അപ്പൊ ഇതിൽ ഒരാളെങ്കിലും വന്നൂലോ, അറ്റ്ലീസ്റ്റ് ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ് സാർ? നമ്മൾ പറയാം നമ്മുടെ കയ്യില് 10 മിഠായി ഉണ്ട്, അല്ലെ? അല്ലെങ്കിൽ ഒരു 5 മിഠായി ഉണ്ട്. അപ്പൊ നമ്മൾ പറയണം ഒരെണ്ണെങ്കിലും തരാൻ പറയാണ്, അല്ലെ? അപ്പൊ ഒരെണ്ണം തന്നാലും കുഴപ്പമില്ല, 2 തന്നാലും കുഴപ്പമില്ല, 3, 4, 5 ഫുള്ള് തന്നാലും കുഴപ്പമില്ല, ഒരെണ്ണമെങ്കിലും തരണം. അപ്പൊ ഒന്നുമില്ലാത്തത് ഒഴികെ ബാക്കി എന്ത് തന്നാലും ഓക്കെയാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വെയിൽ നിന്ന് മെന്നില്ലാത്ത കേസ് അങ്ങോട്ട് കുറച്ച് കളഞ്ഞാൽ മതി, അല്ലെ? അപ്പൊ മെന്നില്ലാത്ത കേസ് എന്ന് പറഞ്ഞാൽ എന്താ? നോമിൻ എന്താ? ഇല്ലാത്ത കേസ് എന്താ? എല്ലാം വുമണായ കേസ്. അപ്പൊ എന്താ? 3C3. എന്താണ് മെന്നില്ലാത്ത കേസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വുമണായ കേസ്, അല്ലെ? എന്ത് ചെയ്യാം? അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 man എന്ന് പറഞ്ഞാല് ടോട്ടൽ വേയിൽ നിന്ന് ഇയാള് കുറച്ച് കളയണം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 10 - 1 9 എന്ന് കിട്ടി. ക്ലിയർ ആയോ? ഈ ഒരു ലോജിക്ക് ക്ലിയർ ആയോ? വളരെ ചെറിയൊരു കാര്യമാണ് ഇത്. വേറെ രീതിയിലൊക്കെ ചെയ്യാം. എന്താ? 2 നോം അറ്റ്ലീസ്റ്റ് 1 man എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? അറ്റ്ലീസ്റ്റ് 1 man എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? 1
മാൻ വരുന്ന കേസ് ഉണ്ട്, 2 മെൻ വരുന്ന കേസ് ഉണ്ട് അല്ലെ. 1 മാൻ വരുന്ന കേസ് എന്താ അവിടെ, 2C1 ഇൻറ്റു 3C2 അല്ലെ. ഈ രണ്ട് കേസുകൾ നോക്കിയേ. 1 മാൻ വരുന്ന, അറ്റ്ലീസ്റ്റ് 1 മാൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മാനും 2 മാനും വരുന്ന കേസ്. 3 പേര് എടുക്കാൻ പറ്റുമോ, ഇല്ല, ആകെ 2 മാനോടുള്ളൂ. അപ്പോ 2C1 ഇൻറ്റു 3C2. പിന്നെ ഇവിടെ ആണെങ്കിലോ 2 മെൻ വരുന്ന കേസോ, 2C1 ഇൻറ്റു 3C1 അല്ലെ. അപ്പോ ഇത് ചെയ്താൽ നമുക്ക് 2C1 2 ഇൻറ്റു 3 വിച്ച് ഈസ് 6 എന്ന് കിട്ടും. ഇവിടെയാണെങ്കിലോ 1 ഇൻറ്റു 3 എന്ന് കിട്ടും. കണ്ടോ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്തായി, വേറെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ആലോചിക്കുക, ലോജിക്ക് ആലോചിക്കുക, കോമ്പിനേഷൻ വരുന്ന ലോജിക്ക് ആലോചിക്കുക. ക്ലിയർ ആയോ? ഓക്കെ, നിങ്ങൾ ആദ്യം ഈ ചാപ്റ്റർ പഠിച്ച് വന്നിട്ട് റിവിഷൻ ക്ലാസ്സിൽ ഇരിക്കുക. ഓക്കെ, എന്നാലാണ് നിങ്ങൾക്കിത്, ഇല്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് കേൾക്കണ പോലെ തന്നെ ഇരിക്കേണ്ടി വരും. അതിനാണ് നേരത്തെ ഈ ചാപ്റ്റർ ഒക്കെയാണ് എക്സാമിനുള്ളത് എന്ന് പറഞ്ഞു തരുന്നത് അല്ലേ. അപ്പോൾ അത് അനുസരിച്ച് പഠിച്ചു വരാം, മണ്ടത്തരം അനുസരിച്ച്. ക്ലിയർ ആയോ? അപ്പൊ ഈ ചാപ്റ്ററിൽ ഇനി ഏതെങ്കിലും ഏരിയാസോ അല്ലെങ്കിൽ ഏതെങ്കിലും കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ഒക്കെ ഡൗട്ട്, ഇപ്പൊ ഇതുപോലത്തെ വേറെ ക്വസ്റ്റ്യൻസ് വരാട്ടോ. അറ്റ്ലീസ്റ്റ് കേസ് വരുന്ന പ്രോബ്ലം നോക്കാം. അപ്പൊ നിങ്ങൾ അവിടെ ചിന്തിക്കുക, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഓപ്ഷൻസുകൾ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി അല്ലെ. അറ്റ്ലീസ്റ്റ് ഒരെണ്ണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടും അതിന് കൂടുതലുള്ള ഓപ്ഷൻ മാത്രം ആലോചിച്ചാൽ മതി. ഇവിടെ അറ്റ്ലീസ്റ്റ് ഒന്നെന്ന് പറഞ്ഞു, അപ്പൊ 1, 2, 3 വരുന്ന കേസ് ഇവിടെ ആലോചിക്കണം. ക്ലിയർ? ഓക്കെ, നോക്ക്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഏതെങ്കിലും പ്രോബ്ലംസ്, ഇപ്പോൾ വോയിസിന്റെ കേസ് ചെയ്യാൻ ഇനി കിട്ടുന്നില്ല, അല്ലെങ്കിൽ കോമ്പിനേഷന്റെ കേസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇതേപോലത്തെ എന്നും ആറും കണ്ടുപിടിക്കുന്ന കേസ്. അതായത് സൈബ വെയിറ്റേജിന്റെ, അതായത് കഴിഞ്ഞ വർഷത്തെ വെയിറ്റേജ് നമ്മുടെ കയ്യിലുള്ളൂ, പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. ഈ വർഷത്തെ വെയിറ്റേജ് കഴിഞ്ഞ വർഷത്തെ ബേസ് ചെയ്തിട്ട് പഠിക്കുക. എന്തായാലും എല്ലാം പഠിക്കണമല്ലോ. അപ്പൊ മോഡൽ എക്സാമിന് വരുന്നത് എന്താണോ അതേപോലെ അതായിരിക്കും നമ്മളുടെ കാണാൻ പോകുന്ന മോഡൽ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഈ പറയുന്ന മാർക്കിന്റെ സ്കീം ഞാൻ ടീച്ചർക്ക് അയച്ചിടാം. അപ്പൊ നിങ്ങൾ അത് നോക്കിക്കോളൂ. ഓക്കെ, നെക്സ്റ്റ് ആപ്പിലോട്ട് പോയാലോ. 11B. ഓക്കെ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഇത് ഇവിടെ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റണമെന്നില്ല, ടൈം കുറച്ച് പോകും. ഓക്കെ, ഭാനുമതി കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയായിട്ട് നമുക്ക് നെക്സ്റ്റ് ആപ്പിലോട്ട് പോയാലോ. 8:40. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് എന്ത്, ബൈനോമിയൽ തിയറം അല്ലെ. ഇതിലാകെ നമുക്ക് വളരെ ചെറിയ കാര്യങ്ങൾ അറിയേണ്ടുള്ളൂ. പക്ഷെ ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാറിഞ്ഞാൽ ബാക്കി നമുക്ക് ഓക്കെയാണ് അല്ലെ. നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. The sum of coefficients in the expansion of 1 minus x all raised to n is, നോക്കാം. ക്വസ്റ്റ്യൻ എഴുതാം. സം ഓഫ് എക്സ്പാൻഷൻ ആണ്, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. സം ഓഫ് കോഎഫിഷ്യന്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ,
അപ്പോ ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചോളൂ. സം ഓഫ് കോഎഫിഷ്യൻസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എക്സിന്റെ അവിടെ എന്താ എപ്പോഴും ഒന്ന് ഇട്ട് കൊടുത്തു നോക്കാം. എന്താണ് സം ഓഫ് കോഎഫിഷ്യന്റ് എന്ന് ചോദിച്ചാൽ എപ്പോഴും എക്സിന്റെ അവിടെ എന്താ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് വരും നമുക്കിവിടെ 1 മൈനസ് 1 ഓൾ റേസ് ടു n. 1 മൈനസ് 1 എത്രയാ 0. 0 ഓൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ എന്താണ് 0 ആണ്. ഓക്കെ, സം ഓഫ് കോഎഫിഷ്യൻസ് ഇൻ എക്സ്പാൻഷൻ ചോദിച്ചാൽ ഓൾവേസ് എക്സ് എന്താണ് എടുക്കുന്നത് എക്സിന്റെ അവിടെ എപ്പോഴും ഒന്ന് ഇട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് എത്രയാണ് ആൻസർ വരുന്നത് അതായിരിക്കും നിങ്ങളുടെ ആൻസർ വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. Using binomial theorem, find the expansion of 1 plus x all raised to a. ബൈനോമിയൽ തിയറി യൂസ് ചെയ്തിട്ട് 1 plus x all raised to a യുടെ എക്സ്പാൻഷൻ എഴുതും. ചെയ്ത് നോക്കിയേ. വൺ പ്ലസ് എക്സ് ഓൾ റേസ് ടു എ ആണ്. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യാ, നിങ്ങൾക്ക് അത് വർക്ക്ഔട്ട് ചെയ്യാൻ ടൈം അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ എ പ്ലസ് ബി ഓൾ റേസ് ടു എന്നിന്റെ എക്സ്പാൻഷൻ അവിടെ എഴുതി വെച്ചേക്കാം. പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എ പ്ലസ് ബി ഓൾ റേസ് ടു എന്നിന്റെ എക്സ്പാൻഷൻ എഴുതി വെച്ചേക്കാം. എന്താ എൻ സി എൻ, അല്ലെങ്കിൽ ഡയറക്റ്റ് എഴുതാൻ പറ്റുന്നവരത് എഴുതിക്കോളൂ. എ പ്ലസ് ബി ഓൾ റേസ് ടു എൻ. എഴുതിയോ? എന്താ എൻ സി 0 എ റേസ് ടു എൻ, എൻ സി 1 എ റേസ് ടു എൻ മൈനസ് 1 ബി, എൻ സി 2 എ റേസ് ടു extra to ഓക്കെ, വെച്ച് നമുക്ക് എന്താ വേണ്ട ഇവിടെ 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു എ ആണ് വേണ്ടത് അല്ലെ. അപ്പോ എ സി 0, നമ്മുടെ ഇവിടെ 1 റേസ് ടു എ പ്ലസ് എ സി ഓക്കെ. അപ്പോ 0 1 2 അങ്ങനെ പോകും അല്ലെ. അപ്പൊ നോക്കാം, എ സി 0 1 റേസ് ടു എ. എ സി 0 എന്ന് വെച്ചാൽ എന്താ 1 ആണ്. എൻ സി 0 എന്താ 1 ആണ്. 1 റേസ് ടു എ എന്ന് പറഞ്ഞാൽ എന്താ 1 റേസ് ടു എനി നമ്പർ ഓൾവേസ് എന്താ 1 ആണ് അല്ലെ. 1 റേസ് ടു എനി നമ്പർ എന്താ 1 ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ഒരാളുടെ ആൻസർ 1 വന്നു. ഇനി എ സി 1 എന്താ എ ആണ്, നമുക്കറിയാം എൻ സി 1 എൻ ആണ്. അതേപോലെ എ സി 1 എ ആണ്. പിന്നെ 1 റേസ് ടു എ എന്ത് വേണമെങ്കിലും 1 തന്നെയാണ്. പിന്നെ ബാക്കിയോടെ ഉള്ള ആള് എക്സ് ആണ്. പിന്നെ എൻ സി 1 എൻ ആണല്ലോ.
അപ്പോൾ AC1 എന്ന് പറഞ്ഞാൽ അവിടെ A വരും. നോട്ട് ചെയ്ത് വെച്ചോ. NC1 എന്താ? N ആണ്. AC1 എന്ന് പറഞ്ഞാൽ A വന്നു. അപ്പോൾ A ഇൻറ്റു എവിടെ എക്സ്, AX എന്താ അവിടെ വന്നു അല്ലേ? ഇനി AC2 ആണെങ്കിൽ നമുക്ക് AC2 A ഇൻറ്റു A മൈനസ് 2 ഫാക്ടോറിയൽ എക്സ് സ്ക്വയർ. ഇനി ഇതാണെങ്കിലോ ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. A ഇൻറ്റു A മൈനസ് 1 ഇൻറ്റു A മൈനസ് 2 ഇൻറ്റു ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. ഇതങ്ങനെ ഇൻറ്റു എക്സ് ക്യൂബ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്റ്റെയിൻ ദി എക്സ്പാൻഷൻ ഫോർ എക്സ് സ്ക്വയർ പ്ലസ് 2/x ഓൾ റേസ് ടു 4. എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് 2/x? എക്സ് സ്ക്വയർ പ്ലസ് 2/x ഓൾ റേസ് ടു 4 ആണ് അല്ലെ? അപ്പോ ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണ്ടേ? എ പ്ലസ് ബി ഓൾ റേസ് ടു 4 എക്സ്പാൻഡ് ചെയ്ത് വെക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എ പ്ലസ് ബി ഓൾ റേസ്. ഇവിടെ എന്താണ് ഇവിടെ എ പ്ലസ് ബി ഓൾ റേസ് ടു 4 ഒരു കൈൻഡ് ഓഫ് സംഭവമാണ്. അപ്പൊ അതിനാദ്യം എക്സ്പാൻഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് എയുടെ സ്ഥാനത്തോട്ട് എക്സ് സ്ക്വയറും ബിയുടെ സ്ഥാനത്തോട്ട് 2/x ഇട്ട് കൊടുത്താൽ മതി അല്ലെ? അപ്പൊ എങ്ങനെ ചെയ്യാം നോക്കാം. 4C0 എന്താ ഇവിടെ എ പ്ലസ് ബി ഓൾ റേസ് ടു 4 ആണ്. 4C0 ഇൻറ്റു A raised to plus 4C into B raised to 1 plus 4C2 into A raised to 2 into B square plus 4C3 into A raised to 1 into B cube പ്ലസ് 4C4 ഇൻറ്റു ബി റേസ് ടു 4. കണ്ടോ? ഇനി എന്ത് ചെയ്താൽ മതി? എയുടെ സ്ഥാനത്തോട്ട് എക്സ് സ്ക്വയറിനെയും ബിയുടെ സ്ഥാനത്തോട്ട് 2/xഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി 4C0യുടെ വാല്യൂ എന്താ? 1 ആണ്. 1 ഇൻറ്റു ഇനി എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്, ബി എന്ന് പറഞ്ഞാൽ 2/x ആണ്. ഇത് ഓർത്ത് വെച്ചോ അല്ലെ? ഇനി എ റേസ് ടു 4 പ്ലസ് 4C1 ന്റെ വാല്യൂ HC1 ഓൾവേസ് n ആണ്. 4C1 4 ആണ്. ഇൻറ്റു എ ക്യൂബ് അതായത് എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 3 ആണ്. ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 2/x ആണ്. ഇനി പ്ലസ് 4C2 എത്രയാ? 1 4 6 അല്ലേ? 6 ആണ് 4C2 എന്ന് പറഞ്ഞാല്. അപ്പോ 6 ഇൻറ്റു എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 2 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 2/x ആണ്. 2/x ഓൾ റേസ് ടു 2 പ്ലസ് 4C3 എന്ന് പറഞ്ഞാൽ എത്രയാ? 4C3 എന്ന് പറഞ്ഞാൽ അഗെയിൻ 6 ആണ്. 6 അല്ല 4 ആണ്. അപ്പോ 4 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു 2/x ഓൾ റേസ് ടു 3 പ്ലസ് 1 ഇൻറ്റു 2/x ഓൾ റേസ് ടു 4. കണ്ടോ? ആ ഗിവൺ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് അത് എടുത്ത് എഴുതി വെച്ചാൽ മതി അല്ലെ? ഇനി എന്താ? ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഓരോ കാര്യങ്ങളിൽ മൾട്ടിപ്ലൈ ചെയ്യുക, പവറുകളാണ്. അപ്പൊ എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 4 എന്ത് വന്നു? 2 ഇൻറ്റു 4 8 എക്സ് റേസ് ടു 8 പ്ലസ് ഇവിടെ എന്താ? 4 ഇൻറ്റു എക്സ് റേസ് ടു 6 ഇൻറ്റു 2/x ആണ്. കണ്ടോ? ഇവിടെ നമുക്ക് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഫൈനൽ ആൻസർ ആയിട്ട് എഴുതാം. പ്ലസ് നോക്കാം, ഇവിടത്തെ ഒരു എക്സും ഇവിടത്തെ ഒരു എക്സും പോവും. അപ്പൊ എന്ത് സംഭവിച്ചു? 5 ആയി. ബാക്കി 4 ഇൻറ്റു 2 8 ആണ്. അപ്പൊ 8x റേസ് ടു 5 എന്ന് എഴുതാൻ പറ്റും. ഇവിടെയാണെങ്കിലോ 6 ഇൻറ്റു എക്സ് റേസ് ടു 4 ഇൻറ്റു 2/x ഓൾ റേസ് ടു 2, അതായത് 2 സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ. ഇനി ഇവിടെ 4 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു 8/x ക്യൂബ് പ്ലസ് 16/x റേസ് ടു 4. ഇനി ഇവിടെ എക്സ് സ്ക്വയർ ഇവിടെ 2 തവണ,
6 ഇൻറ്റു 4 24 24x². ഇനി ഇവിടെയോ എക്സ് സ്ക്വയർ എക്സ് ക്യൂബ്, താഴെ ഒരു എക്സ് വരും. 4 ഇൻറ്റു 8 32/x. പിന്നെ 16 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 4. ദെൻ ഫൈനലി നമുക്ക് എന്ത് കിട്ടും ഇവിടെ? എക്സ് റേസ് ടു 8 പ്ലസ് 8x റേസ് ടു 5 പ്ലസ് 24x² പ്ലസ് 32/x പ്ലസ് 16/x റേസ് ടു 4 എന്ന് വരും. കണ്ടോ? ഓക്കെ. ഓക്കെ, ഇത് കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോയാലോ? ക്വസ്റ്റ്യൻ എഴുതിയോ? ഓക്കെ, അപ്പോ നമുക്ക് ഓൾറെഡി അറിയുന്ന ഈ ബൈനോമിയൽ തിയറത്തിലെ ഒരു ജനറൽ എക്സ്പാൻഷൻ നമുക്കറിയാം. TR+1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? a+b⁴ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ r from 0 to n NCR into a⁻n−r b⁻r. പഠിച്ചിട്ടില്ലേ? a+b⁴n നമുക്ക് സമ്മേഷൻ r from 0 to n NCR into a⁻n−r b⁻r എന്ന് എഴുതുന്നത് പഠിച്ചു വെച്ചോളൂ. ഇത് നമുക്ക് അത്യാവശ്യമാണ്. ക്ലിയർ? ഇയാളെ ഞാൻ ഒന്നും ചെയ്തില്ല, ഈ തന്നിരിക്കുന്ന സാധനം വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് എഴുതാൻ പോവാം. നോക്കാം. സമ്മേഷൻ r from 0 to n, ഇവിടെ 5⁻r അല്ലേ? അപ്പൊ ഞാൻ ആ ഒരു പൊസിഷനിൽ തന്നെ എഴുതാൻ പോവാണ്. അതായത് ഇതിന് താഴെ 5⁻r 5⁻r. പിന്നെ NCR ഇവിടെ ഉണ്ട്. അപ്പോ എനിക്ക് ഇതിന്ന് ഇങ്ങനെ എഴുതിയപ്പോ ഒരു കാര്യം മനസ്സിലായി. ബി എന്ന് പറയുന്നത് എന്താ? 5 ആണ് അല്ലെ? നോക്കുക, കമ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നോക്കുക. ബി എന്ന് പറഞ്ഞാല് 5 ആണ്. ബി എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ ഞാനിവിടെ എന്തോ ഒരു സാധനം പ്ലസ് എന്തോ ഒരു സാധനം n. ഓക്കെ, അപ്പൊ അതിന് ബിക്ക് പകരം ഞാൻ എന്ത് എഴുതി? 5 എഴുതി. ഇനി ഇത് എന്താന്ന് തന്നിട്ടുണ്ട് എനിക്ക്? 6⁻n 6⁻n അല്ലെ? അപ്പൊ ഈ എന്തോ ഒരു സാധനം +5 ആണ് 6. എന്താണ് ആ സാധനം? 1 അല്ലെ? 1 + 5⁻n ആണ് 6⁻n. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? a എന്ന് പറയുന്നത് 1 കിട്ടി. കഴിഞ്ഞു. 1⁻n−r. കണ്ടോ? അതുകൊണ്ടായിരുന്നു ഇവിടെ അത് കാണാതിരുന്നത്. ഇത് മിസ്സായത് എന്തുകൊണ്ടാ? 1 എന്തെങ്കിലും സാധനം എഴുതിയാൽ എന്താ വരാ? 1 എന്താ? 1 ആണ് അല്ലെ? അതുകൊണ്ടാണ് അതിവിടെ ചോദ്യത്തില് കാണാത്തത്. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.
1 പ്ലസ് 5 ഓൾ റേസ് ടു എൻ ഈക്വൽ ടു 6 റേസ് ടു എൻ ആണ്. അത് തന്നെയാണ് എന്ത് ആർ ഫ്രം 0 ടു എൻ. എൻ സി ആർ 1 റേസ് ടു എൻ മൈനസ് ആർ ഇൻറ്റു 5 റേസ് ടു ആർ വിച്ച് ഇസ് എഗെയിൻ ഈക്വൽ ടു ആർ ഈക്വൽ ടു 0 ടു എൻ. എൻ സി ആർ 5 റേസ് ടു ആർ. കണ്ടോ? ക്ലിയർ ആയോ? ആദ്യ എന്താണ് ഇഷ്ടമായില്ലേ? നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങളുടെ 10ാം ക്ലാസ്സുകാരുടെ സിലബസ് ചെറുതാക്കാൻ പോകുന്നത്? ഞങ്ങൾ പൊട്ടരാ. അതിന് നിങ്ങൾ പഴയ ഇതല്ലേ അല്ലേ? 10th ന്യൂ ടെക്സ്റ്റ് ഈ വർഷമല്ലോ വന്നേ. നിങ്ങൾ ഓൾഡ് പീപ്പിൾസ് അല്ലേ? ഞങ്ങളെ ബാധിക്കുന്നില്ലല്ലോ. ശരി, നിങ്ങളെ ബാധിക്കുന്നില്ല. നിങ്ങളെ ഇവിടെയും ബാധിക്കില്ല. അടുത്ത വർഷം +1 ടെക്സ്റ്റ് മാറാന്നൊക്കെ പറയുന്നു. അവർക്കും നിങ്ങളെ വേണ്ട. ഓക്കെ, ഇത് ക്ലിയർ ആയോ? വിഷ്ണു, ക്ലിയർ ആയോ നിനക്ക്? Find x plus y all raised to 4 minus x minus y all raised to 4. അത് കണ്ടുപിടിക്കുക. Then with the help of the first part, hence evaluate root 5 plus root 6 all raised to 4 minus root 5 minus root 6 all raised to 4. ഇതൊന്നും ചെയ്യാം. ഇത് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഓൾ റേസ് ടു 4 നിങ്ങൾ ചെയ്യാം, എക്സ്പാൻഡ് ചെയ്ത് വെക്കുക. ദെൻ നെഗറ്റീവ് ഓഫ് എക്സ് മൈനസ് വൈ ഓൾ റേസ് ടു 4 ആണ്. അപ്പോൾ അവിടെ നോക്കാം, ഇത് ആദ്യം എക്സ്പാൻഡ് ചെയ്യാം. ഇത് ചെയ്തേ, വേഗം ചെയ്തേ. എ പ്ലസ് ബി ഓൾ റേസ് ടു എൻ പോലെ എക്സ് പ്ലസ് വൈ ഓൾ റേസ് ടു 4 ഇത് വേഗം എക്സ്പാൻഡ് ചെയ്യാം. +2 ടെക്സ്റ്റ് മാറില്ല, കാരണം നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യം അവിടെ വരണമല്ലോ, കണ്ടിന്യൂവേഷൻ അവിടെ വരണമല്ലോ. അപ്പോൾ നിങ്ങളായിരിക്കും ലാസ്റ്റ്. എക്സ് പ്ലസ് വൈ ഓൾ റേസ് ടു 4 എക്സ്പാൻഡ് ചെയ്യുക. തന്നെ ചെയ്യാട്ടോ, തന്നെ ചെയ്യാം. ആദ്യം മാത്രമേ ചെയ്യാൻ അവർക്ക് പാടാകാൻ എത്രത്തോളം ചാൻസ്? ആർക്ക് പാടാകാൻ? +1 ആർക്കാണ്? അടുത്ത +1, കാരണം ഇപ്പോ 10th പഠിച്ചിരിക്കുന്നവരാണല്ലോ അടുത്ത വർഷം +1ലേക്ക് ഇപ്പോൾ മാറുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല. എന്നാലും ഇതിലെ കാര്യങ്ങളൊക്കെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യത്തേ ഉണ്ടാവുള്ളൂ. പിന്നെ ഓൾറെഡി നിങ്ങളുടെ ഡിലീറ്റഡ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആക്കി കളയും. പിന്നെ റിസ്ക് എന്താന്ന് പറഞ്ഞാല് അവർക്ക് +1 അവർക്ക് ഒരു എക്സാം വരാണ്, അവർക്ക് PYQ ഇല്ലല്ലോ, പ്രീവിയസ് സർവീസ് പേപ്പർ ഇല്ലല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടു. ഓക്കെ, എക്സ് പ്ലസ് വൈ ഓൾ റേസ് ടു 4 വേഗം എഴുതാം. എന്താ 4c 0 x raised to 4 4c1 x raised to 3 y 4c2 x2 x raised to 2 y raised to 2 4c3 x raised x y raised to 3 4c4 y raised to 4. കണ്ടോ? ഇനി നമുക്ക് വേണ്ടത് x മൈനസ് വൈ ഓൾ റേസ് ടു 4 a മൈനസ് ബി ഓൾ റേസ് ടു.
അതെന്താ? ഇതന്നെ 4c0 x raised to 4 minus 4c1 x cube y plus 4c2 x square y square minus 4c3 xy cube plus 4c4 y raised to 4. കണ്ടോ? ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇനി എന്താ നമുക്ക് ഇവിടെ വേണ്ടേ? എക്സ് പ്ലസ് വൈ ഓൾ റേസ് ടു 4 മൈനസ് ഓഫ് ആണ്. അതായത് ഇത്രയും കാര്യങ്ങൾ മൈനസ് ഇത്രയും കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്താവും? ഈ സെക്കൻഡ് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്ന ആൾക്കാരുടെ സൈൻ ഒക്കെ ചേഞ്ച് ആവും, പോസിറ്റ് ആവും. അപ്പോ പ്ലസ് ഉള്ളതെല്ലാം മൈനസ് ആവും, മൈനസ് ഉള്ളതല്ല പ്ലസ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് രണ്ടും പോകും അല്ലെ? ഒരേപോലത്തെ ആൾക്കാർ പോവും, ഇത് പോവും, ഇത് പോവും, ക്യാൻസൽ ആയി പോകും അല്ലെ? ബാക്കി ഇവിടെ എന്തുണ്ട്? 2 ടൈംസ് കണ്ടോ? ഇനി നോക്കാം. 2 ഇൻറ്റു 4c1 എത്രയാ? 4 എക്സ് ക്യൂബ് വൈ ആണ്. ഇനി 4c3 എത്രയാ? അതും 4 തന്നെയാണ് അല്ലെ? അപ്പോ 4 എക്സ് വൈ റേസ് ടു 3. ഇനി 2-നുള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. ഇപ്പൊ എന്ത് കിട്ടി? 8 എക്സ് ക്യൂബ് വൈ പ്ലസ് 8 എക്സ് വൈ ക്യൂബ് എന്ന് കിട്ടി. കണ്ടോ? ഇതിൽ നിന്ന് 8 എക്സ് വൈ കോമൺ ആയിട്ട് എടുക്കുകയാണ്. 8 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എല്ലാവരിലും ഉണ്ടല്ലോ, അത് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടി. കണ്ടോ? അപ്പൊ ഇതിനെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എഴുതി. ഇപ്പൊ എന്ത് കിട്ടി? 8xy ബ്രാക്കറ്റിനകത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടി. ഇപ്പൊ മുകളിൽ കാണിച്ചിരിക്കുന്ന ആളുടെ ഷോർട്ടസ്റ്റ് ഫോം എന്ന് പറയുന്നത് 8xy ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇനി നിങ്ങൾ നോക്കുക, മുകളിലെ ആളെ രണ്ടാമത്തെ ആളെ ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ. എക്സിന് പകരം √5ഉം വൈക്ക് പകരം √6ഉം ആണ് അവിടെ വന്നിരിക്കുന്നത്. കണ്ടോ? ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ കിട്ടിയ ഫൈനൽ ആൻസറിൽ എക്സിന് പകരം √5ഉം വൈക്ക് പകരം √6 ഇട്ട് കൊടുത്തേ വേഗം. 8xy ഇതാണ് സംഭവം അല്ലെ? അപ്പൊ 8 ഇൻറ്റു ഇത് ചെയ്തേ. √a ഇൻറ്റു √b എന്താ? √ab. ഇവിടെ 5 പ്ലസ് √5 ഹോൾ സ്ക്വയർ എന്താ? 5 അല്ലെ? ഇതെന്താ? 6. √88 ഇൻറ്റു √30 എന്ന് കിട്ടി. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, ക്ലിയർ ആയോ? ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, ആനുവൽ എക്സാമിനൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഷോ ദാറ്റ് 9 all raised to n plus 1 minus 8n minus 9 is divisible by 64.
ഓക്കെ, എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതാം. നോക്കുക, ഞാൻ ഈ ക്വസ്റ്റിനെ 9^n+1 മൈനസ് 8n-9 എന്ന് പറയുന്ന ആളെ ഞാൻ ഇങ്ങനെ ഒരുമിച്ച് എഴുതാൻ പോവാണ്. ഇങ്ങനെ എഴുതി. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കുക, ഇത്രയും ആൾക്കാരെ ഞാൻ 9^n+1നെ 9^n ഇൻറ്റു 9^1 എന്ന് എഴുതി, മൈനസ് 9 ഞാൻ ജസ്റ്റ് 9^1 എന്ന് എഴുതി. 9 ഇതിൽ നിന്ന് ഔട്ട്സൈഡ് എടുക്കുകയാണെങ്കിൽ 9^n-1 എനിക്ക് ഇങ്ങനെ എഴുതാലോ, ഇയാളെ താഴ്ക്കരുത്, -8 തന്നെ എഴുതി. അപ്പോൾ 9 ഇൻറ്റു 9^n-1 മൈനസ് 8n എന്ന് ഞാൻ എഴുതി. ഓക്കെ, ഇനി നമുക്കറിയാം 9^n എന്ന് പറയുന്നത് ഇതാണ്. 9^n എന്ന് പറയുന്നത് 1+8^n എന്ന് എഴുതാണ് ഞാൻ. എന്താണ്? 9^n-നെ 1+8^n എന്ന് ബൈനോമിയൽ തിയറം വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോ 1+8^n എന്ന് പറയുന്നതാണ് ബൈനോമിയൽ എക്സ്പാൻഡ് യൂസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതാണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? NC0 1 a⁻n ആണല്ലോ, NC1 1^n-1 ഇൻറ്റു 8, പിന്നെ NC2 1^-2 ഇൻറ്റു 8². ഓക്കെ, ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. അപ്പൊ നമുക്കിവിടെ ആവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാല് NC0 ഇൻറ്റു 1^n എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ 1 ആ വരുന്നത്. ഇനി പ്ലസ് ഇവിടെയോ NC1 എന്ന് വെച്ചാൽ n ആണ്, n ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 8n ആണ്. NC2 ഇൻറ്റു 1^8² അങ്ങനെ ഇതാണെങ്കിൽ NC2 8² ആണ്. ഇയാളെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും അല്ലെ. ഇനി നമ്മുടെ ചോദ്യത്തില് അതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, ഇയാളെടുത്ത് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, ഇപ്പം എഴുതാം. ഓക്കെ, കഴിഞ്ഞോ? ഇനി നോക്കാം. 9^n-1 ഈക്വൽ ടു 8n പ്ലസ് NC2 ഇൻറ്റു 8², NC3 ഇൻറ്റു 8³ NC4 ഇൻറ്റു 8^4. ഇതിങ്ങനെ എക്സ്ട്രാ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എഴുതി. ഓക്കെ, ഓക്കെ,
ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എഴുതി. പിന്നെ എന്ത് ചെയ്യാൻ പോവാണ്, എൻറ്റയർ ഇക്വേഷനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. എൻറ്റയർ ഇക്വേഷനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പോവാണ്. എനിക്ക് എന്ത് സംഭവിച്ചു, 9 ഇൻറ്റു 9 റേസ് ടു 9 ഇൻറ്റു 9 റേസ് ടു n-1 ഇസ് ഈക്വൽ ടു എന്ത് വന്നു, ഇസ് ഈക്വൽ ടു ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് സംഭവിച്ചു, 72n പ്ലസ് 9 nc2 8 സ്ക്വയർ പ്ലസ് 9 nc3 8 ക്യൂബ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. ബാക്കി ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതാണ്, ഓരോ ടേംസ് ആക്കി ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതാൻ പോവുകയാണെങ്കിൽ എനിക്കൊരു കാര്യം കിട്ടും. ഇവിടെ 8 റേസ് ടു n ഞാൻ സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. എന്താണ് 8 റേസ് ടു n നെ സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. 8 നെ സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് സംഭവിക്കും, ഇവിടുത്തെ 8n പോവും. ഈ ഒരു ടേമില് ഇവിടെ ഒരു 8n ഉണ്ടായല്ലോ. ഈ 8n ഈ സൈഡിൽ നിന്നും ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഈ സൈഡിൽ നിന്നും പോവാണ്. ഓക്കെ, സോ നമുക്ക് ഈ ടേം എന്തായിട്ട് മാറും, 9 ഇൻറ്റു 9 റേസ് ടു n-1 മൈനസ് 8n. കണ്ടോ, 72 മൈനസ് 8. ഈ ഒരു 8n ഇവിടുത്തെ 8n കൂടെ പോവും. ബാക്കി നമുക്കിവിടെ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാൽ നമുക്കിനി 64നെ മൾട്ടിപ്പിൾ ആക്കിയാണ് എഴുതേണ്ടത് അല്ലെ. അപ്പോൾ നമുക്ക് ഇവിടെ 64മായി കണക്ട് ചെയ്യുന്ന രീതിയിലാക്കി എടുക്കണം. ഇവിടെ നോക്കാം, 8 സ്ക്വയറിന്റെ മൾട്ടിപ്പിൾസ് വരുന്നത് അല്ലെ. ഇവിടെയൊക്കെ 8 സ്ക്വയറിന്റെ മൾട്ടിപ്പിൾസ് വരുന്നത്. ഇപ്പോൾ 9c2 ഇൻറ്റു 8 സ്ക്വയർ, അഗെയിൻ 9 ഇൻറ്റു nc3 ഇൻറ്റു 8 റേസ് ടു 3, ഇതൊക്കെ 64ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലെ. അപ്പൊ അത് അവിടെ നിന്ന് അങ്ങോട്ട് 64ന്റെ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് ടേംസ് കണ്ടെയ്നിങ് 8 സ്ക്വയർ ഉള്ള കാരണം അതങ്ങോട്ട് ഞാൻ എഴുതുന്നില്ല. ബാക്കി നമുക്ക് ഇവിടെ എന്ത് വന്നു, 9 റേസ് ടു n-1 is equal to 64n. ബാക്കി 8 സ്ക്വയറിന്റെ ടേമുകൾ, ഇത് താഴേക്ക് ചെയ്ത 8 സ്ക്വയർ ടേമുകൾ അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും, പിന്നെ ഇവിടെ 9 നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 9 കൂടെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. ആ 9 ഇയാളും കൂടെ ക്യാൻസൽ ചെയ്ത് കളയാം. 9 ഇയാളും കൂടെ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്ത് വന്നു, 64n എന്ന് വന്നു കണ്ടോ. സോ 64n ആയത് കാരണം നമുക്ക് എന്താ 64ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഇയാളെ ഡിവൈഡ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതേപോലെ ബൈനോമിയൽ തിയറി യൂസ് ചെയ്തിട്ട് 102 ഓൾ റേസ് ടു 5 ചെയ്യാൻ. അപ്പൊ നമ്മൾ 102 നമ്മൾ എങ്ങനെ ചെയ്യുന്നു,
100 പ്ലസ് 2 ഓൾ റേസ് ടു 5 എന്ന് എഴുതുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എന്താ, ഇത് എയും ബി 2 ആയിട്ട് എടുക്കാം. അപ്പൊ എ പ്ലസ് ബി ഓൾ റേസ് ടു 5 എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. എക്ക് പകരം 100ഉം ബിക്ക് പകരം 2ഉം ഇട്ട് കൊടുത്താൽ മതി അല്ലെ. ഇനി അഗെയിൻ 96 ആണെങ്കിലോ 100 മൈനസ് 4, 100ന്റെ മോഡിലോട്ട് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എന്താ, പവറുകൾ എടുക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഈസിയാണ്. അതുകൊണ്ടാണ് 100 റിലേറ്റ് ചെയ്തിട്ട് എഴുതുന്നത്. 100 മൈനസ് 4 ആയിരിക്കും 96. 98 ആണെങ്കിലോ 100 മൈനസ് 2 എന്ന് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് ഏത് നമ്പർ ആണോ അത് 100 ആയിട്ട് കണക്ട് ചെയ്തിട്ട് എഴുതാം. എന്നിട്ട് അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഓക്കെ, ഇതിൽ ആകെ അറിയേണ്ടത് എ പ്ലസ് ബി ഓൾ റേസ് ടു എൻ എ മൈനസ് ബി ഓൾ റേസ് ടു എൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ നല്ല രീതിയിൽ അറിയണം. പിന്നെ നമുക്ക് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ അറിയാലോ ഓൾറെഡി. എ പ്ലസ് ബി ഓൾ റേസ് ടു എന്നിൽ എന്താണ്, എ പ്ലസ് ബി ഓൾ റേസ് ടു എന്നിൽ എന്താ, എൻ പ്ലസ് 1 ടേംസ് ഉണ്ടാവും. എ പ്ലസ് ബി ഓൾ റേസ് ടു എന്ന് പറയുന്ന എക്സ്പാൻഷനിൽ എൻ പ്ലസ് 1 ടേംസ് ഉണ്ടാവും. അപ്പൊ തന്നിരിക്കുന്ന ബൈനോമിയൽ തിയറം നോക്കുക, അത് എ പ്ലസ് ബി ഓൾ റേസ് ടു എൻ എന്ന് പറയുന്ന ഫോർമാറ്റിലാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോ ലൈക്ക് 2 പ്ലസ് y all raised to 2n എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിലെ നമ്പർ ഓഫ് ടേംസ് എത്രയായിരിക്കും, 2n പ്ലസ് 1. എത്രയാണോ പവർ അതിനേക്കാൾ ഒരു കൂടുതൽ ടേം ഉണ്ടാവും അല്ലെ. ലൈക്ക് ഇപ്പൊ എങ്ങനെയാ, നമുക്കറിയാം എ പ്ലസ് ബി ഓൾ സ്ക്വയർ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാല് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലെ. അല്ലെങ്കിൽ എ പ്ലസ് ബി ഓൾ ക്യൂബ് ചെയ്യാണ്, എന്താ എ ക്യൂബ് പ്ലസ് 3ab സ്ക്വയർ 3a സ്ക്വയർ ബി പ്ലസ് ബി ക്യൂബ്. കണ്ടോ, എ പ്ലസ് ബി ഓൾ റേസ് ടു 2ൽ എത്ര ടേമുകൾ ഉണ്ട്, 1 2 3 3 ടേം ഉണ്ട്. പവർ എന്താ 2, 2 പ്ലസ് 1 3 ടേം ഉണ്ട് അല്ലെ. ഇവിടെയോ എ പ്ലസ് ഓൾ ക്യൂബ് ആണ്. അപ്പൊ എത്ര 4 ടേം ഉണ്ടാവണം, 1 2 3 4 ടേം. അപ്പൊ എന്താ, പവർ n ആണെങ്കിൽ n പ്ലസ് 1 ടേം ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്ത് സാധനം തന്നാലും എന്ത് ചെയ്യാം, അതിന്റെ ഒപ്പം പ്ലസ് 1 കൂട്ടി എഴുതി വയ്ക്കുക. അപ്പൊ നമ്പർ ഓഫ് ടേംസ് കിട്ടും. പിന്നെ സം ഓഫ് കോഎഫിഷ്യന്റ് ഞാൻ നേരത്തെ പറഞ്ഞ എന്താ, എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നോ അതായിരിക്കും നമ്മുടെ ആൻസർ വരിക. ക്ലിയർ? ഇനി നിങ്ങൾ എക്സാം സപ്പോർട്ട് മെറ്റീരിയൽ നോക്കുക, അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്ന് ചോദിച്ചേ. നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കുക. വേറെ ഡൗട്ട് ഒന്നും ഇല്ല, ഓക്കെ ആണെന്നുള്ളവര് എന്ത് ചെയ്യുക, ലീവ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് ഡേ എന്താണ്, നെക്സ്റ്റ് എന്ന് വെച്ചാൽ നാളെയാണ്. 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ, 8 9 ആൻഡ് 11. ഈ 3 ചാപ്റ്റേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 3 ചാപ്റ്റർ നല്ല രീതിയിൽ പഠിച്ചിട്ട് വരാം. സ്ട്രൈറ്റ് ലൈനൊക്കെയാണ്, ഇക്വേഷൻസ് ഉണ്ടാവും, നല്ല രീതിയിൽ പഠിച്ചിട്ട് വരാം. ഓക്കെ, ഡൗട്ട് ഉള്ളവർ ചോദിക്കാം. ഓക്കെ ഐശ്വര്യ, ഓക്കെ. സോ വേറെ ഡൗട്ട്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം, നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.